ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷദാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം
വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ശ്രീകൃഷ്ണ ലീലാമൃതം തുടരുന്നു. 48-ാം അധ്യായമാണ്. അതിലാദ്യത്തെ 11 ശ്ലോകം കണ്ടു അല്ലേ? തുടർന്ന് കാണണം. ആദ്യത്തെ 11 ശ്ലോകങ്ങളിൽ ഭഗവാൻ സൈരന്ധ്രിയുടെ ഗൃഹത്തിൽ ചെന്ന കഥയാണ് പറഞ്ഞത്. ഇനി 12-ാം ശ്ലോകം മുതൽക്കാണ് ഭഗവാൻ അക്രൂര ഗൃഹത്തിൽ പോകുന്നത്. നമുക്ക് വായിക്കാം, എന്നിട്ട് കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 48-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. അധ വിജ്ഞായ ഭഗവാൻ സർവാത്മാ സർവദർശനഃ സൈരന്ധ്ര്യാഃ കാമതപ്തായാഃ പ്രിയമിച്ഛൻ ഗൃഹം യയൗ. മഹാർഹോപസ്കരൈരാഢ്യം കാമോപായോപബൃംഹിതം മുക്താദാമപതാകാഭിഃ വിതാനശയനാസനൈഃ ധൂപൈഃ സുരഭിർദീപൈഃ സ്രഗ്ഗന്ധൈരഭിമണ്ഡിതം ഗൃഹം തമായാന്തമവേക്ഷ്യ സാസനാത് സദ്യഃ സമുത്ഥായ ഹി ജാതസംഭ്രമാ യദോപസംഗമ്യ സഖീഭിരച്യുതം സഭാജയാമാസ സദാസനാദിഭിഃ. തദോദ്ധവസാധു തയാ വിപൂജിതോ ന്യഷീദദുർവ്യാം അഭിമൃശ്യ ചാസനം കൃഷ്ണോപി തൂർണം ശയനം മഹാധനം വിവേശലോകാചരിതാന്യനുവ്രതഃ. സാ മജ്ജനാലേപദുകൂലഭൂഷണസ്രഗ്ഗന്ധതാംബൂലസുതാസവാദിഭിഃ പ്രസാദിതാത്മാ ഉപസസാരമാധവം സവ്രീഡലീലോസ്മിതവിഭ്രമേക്ഷിതൈഃ ആഹൂയ കാന്താം നവസംഗമഹ്രിയാ വിസംഗിതാം കങ്കണഭൂഷിതേ കരേ പ്രഗൃഹ്യ ശയ്യാമതിവേശ്യ രാമയാ രേമേനുലേപാർപ്പണ പുണ്യലേശയാ. സാനംഗതപ്തകുചയോരുരസസ്തദാക്ഷ്ണോഃ ജിഗ്രന്ത്യനന്ദചരണേന രുജോ മൃജന്തി ദോർഭ്യാം സ്തനാന്തരഗതം പരിരഭ്യ കാന്തം ആനന്ദമൂർത്തിമജഹാത് അതിദീർഘതാപം. സൈവം കൈവല്യനാഥം തം പ്രാപ്യ ദുഷ്പ്രാപമീശ്വരം അംഗരാഗാർപ്പണേനാഹോ ദുർഭഗേദമയാചത. ആഹോഷ്യതാം ഇഹ പ്രേഷ്ട ദിനാനി കതിചിന്മയാ രമസ്വനോത്സഹേ തെക്തും സംഗം തേ അംബുരുഹേക്ഷണ. തസ്യൈ കാമവരം ദത്വാ മാനയിത്വാ ച മാനദഃ സഹോദ്ധവേന സർവേശഃ സ്വധാമാഗമദർച്ചിതം. ദുരാരാധ്യം സമാരാധ്യ വിഷ്ണും സർവേശ്വരേശ്വരം യോ വൃണീതേ മനോഗ്രാഹ്യം അസത്വാത് കുമനീഷ്യസൗ. അക്രൂരഭവനം കൃഷ്ണഃ സഹ രാമോദ്ധവഃ പ്രഭുഃ
കിഞ്ചിത് ചികീർഷയൻ പ്രാഗാത് അക്രൂരപ്രിയകാമ്യയാം സതാൻ നരവരശ്രേഷ്ഠാൻ ആരാധീക്ഷ്യ സ്വബാന്ധവാൻ പ്രത്യുത്ഥായ പ്രമുദിതഃ പരിഷ്വജ്യാഭ്യനന്ദതം നനാമ കൃഷ്ണം രാമം ച സതൈരപ്യഭിവാദിതഃ പൂജയാമാസ വിധിവത് കൃതാസന പരിഗ്രഹാൻ പാദാവനേജനീഹി ആപോ ധാരയൻ ശിരസാ നൃപ അർഹണേനംബരൈർദിവ്യൈഃ ഗന്ധസ്രഗ്ഭൂഷണോത്തമൈഃ അർച്ചിത്വാ ശിരസാ നമ്യ പാദൗ അംഗഗതൗ മൃജൻ പ്രശ്രയാവനതോ ക്രൂരഃ കൃഷ്ണരാമൗ അഭാഷത ദിഷ്ട്യാ പാപോഹതഃ കംസഃ സാനുഗോപാമിതം കുലം ഭവദ്ഭ്യാം ഉദ്ധൃതം കൃത്സ്രാഗ് ദുരന്താച്ച സമേധിതം യുവാം പ്രധാനപുരുഷൗ ജഗദ്ധേതു ജഗന്മയൗ ഭവദ്ഭ്യാം ന വിനാ കിഞ്ചിത് പരമസ്തി ന ചാപരം ആത്മസൃഷ്ടമിദം വിശ്വം അന്വാവിശ്യ സ്വശക്തിഭിഃ ഈയതേ ബഹുധാ ബ്രഹ്മൻ ശ്രുതപ്രത്യക്ഷഗോചരം യദാ ഹി ഭൂതേഷു ചരാചരേഷു മഹ്യാദയോ യോനിഷു ഭാന്തി നാനാ ഏവം ഭവാൻ കേവല ആത്മയോനിഷു ആത്മാത്മതന്ത്രോ ബഹുധാ വിഭാതി സൃജസ്യതോ ലുംബസി പാസി വിശ്വം രജസ്തമസ്സത്വഗുണൈ സ്വശക്തിഭിഃ ന ബധ്യസേ തദ്ഗുണകർമ്മഭിർവാ ജ്ഞാനാത്മനസ്തേ ക്വച ബന്ധഹേതു ദേഹാദ്യുപാധേർ അനിരൂപിതത്വാത് ഭവോ ന സാക്ഷാന്ന ഭിദാത്മന സ്യാത് അതോ ന ബന്ധസ്തവ നൈവ മോക്ഷഃ സ്യാതാം നികാമസ്ത്വയി നോ വിവേകഃ ത്വയോദിതോയം ജഗദോ ഹിതായ യദാ യദാ വേദപദഃ പുരാണഃ ബാധ്യേത പാകണ്ഡപദൈരസദ്ഭിഃ തദാ ഭവാൻ സത്വഗുണം വിഭർത്തി സത്വം പ്രബോധ്യ വസുദേവ ഗൃഹേ പതീർണഃ സ്വാംശേന ഭാരമപനേതുമിഹാസി ഭൂമേഃ അക്ഷൗഹിണീ ശതവധേന സുരേതരാം ശരാജ്ഞാം അമുഷ്യ ച കുലസ്യ യശോ വിതന്വൻ അദ്യേശ നോ വസതയഃ ഖലു ഭൂരിഭാഗാഃ യഃ സർവദേവ പിതൃഭൂത നൃദേവ മൂർത്തിഃ യത്പാദശൗചസലിലം ത്രിജഗത് പുനാതി സത്വം ജഗദ്ഗുരുരധോക്ഷജയാഃ പ്രവിഷ്ടഃ കഃ പണ്ഡിതസ്ത്വദപരം ശരണം സമീയാത് ഭക്തപ്രിയാദൃതഗിരഃ സുഹൃദകൃതജ്ഞാത് സർവാൻ ദദാതി സുഹൃദോ ഭജതോപി കാമാൻ ആത്മാനമപ്യുപചയാപചയൗ ന യസ്യ ദിഷ്ട്യാ ജനാർദ്ദന ഭവാനിഹ നഃ പ്രതീതോ യോഗേശ്വരൈരവിദുരാപഗതിഃ സുരേശൈഃ ചിന്യാശു നഃ സുതകളത്രതനാപ്തഗേഹദേഹാദിമോഹരശനാം ഭവദീയമായാം. ശ്രീശുക ഉവാച ഇത്യർച്ചിതഃ സംസ്തുതശ്ച ഭക്തേന ഭഗവാൻ ഹരിഃ അക്രൂരം സസ്മിതം പ്രാഹ ഗീർഭിഃ സമ്മോഹയന്നിവ. ശ്രീഭഗവാനുവാച ത്വം നോ ഗുരുഃ പിതൃവ്യശ്ച ശ്ലാഘ്യോ ബന്ധുശ്ച നിത്യദാ വയം തു രക്ഷ്യാ പോഷ്യാശ്ച അനുകമ്പ്യാ പ്രജാഹിവഃ. ഭവദ്വിദാ മഹാഭാഗാ നിഷേവ്യാ അർഹസത്തമാഃ ശ്രേയസ്കാമൈർനൃഭിർനിത്യം ദേവാ സ്വാർത്താ ന സാധവഃ. ന ഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാ മൃച്ഛിലാമയാഃ തേ പുനന്ത്യുരുകാലേന ദർശനാദേവ സാധവഃ. സ ഭവാൻ സുഹൃദാം വൈനഃ ശ്രേയാൻ ശ്രേയശ്ചികീർഷയാ ജിജ്ഞാസാർത്ഥം പാണ്ഡവാനാം ഗച്ഛസ്വത്വം ഗജാഹ്വയം. പിതര്യുപരതേ ബാലാ സഹ മാത്രാ സുദുഃഖിതാഃ ആനീതാ സ്വപുരം രാജ്ഞാ വസന്ത ഇതി ശുശ്രുമ. തേഷു രാജാംബികാപുത്രോ ഭ്രാതൃപുത്രേഷു ദീനധീഃ സമോ ന വർത്തതേ നൂനം ദുഷ്പുത്രവശകോऽന്ധദൃക്.
ഗച്ഛ ജാനീഹി തദ്വൃത്തം അധുനാ സാധ്വസാധുവാം വിജ്ഞായ തദ്വിധാസ്യാമോ യഥാ സുഹൃതാം ഭവേത് ഇത്യക്രൂരം സമാദിശ്യ ഭഗവാൻ ഹരിരീശ്വരഃ സംഘർഷണോദ്ഭവാഭ്യാം വൈ തതഃ സ്വഭവനം യയൗ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ അഷ്ടചത്വാരിംശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. യെസ്. അപ്പോൾ കഴിഞ്ഞ 2 അധ്യായങ്ങളിൽ ഉദ്ധവദൂത്, അതിലൂടെ ഗോപികമാരുടെ ഏറ്റവും ശ്രേഷ്ഠമായ നിഷ്കളങ്കമായിട്ടുള്ള ഭഗവാനോടുള്ളതായിട്ടുള്ള ആ ഭക്തി മാഹാത്മ്യം വളരെ വിശദമായി നമ്മൾ കണ്ടു. ഈ അധ്യായം ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ 2 കഥകളാണ്. ഭഗവാൻ 2 പേരെ അനുഗ്രഹിച്ചതാണ്. അതിലാദ്യത്തെ 11 ശ്ലോകങ്ങളെ കൊണ്ട് സൈരന്ധ്രിയെ അനുഗ്രഹിച്ച കഥ രാവിലെ നമ്മൾ വിശദമായി കണ്ടു. ഇനി നമ്മൾ കാണേണ്ടത് 12ാം ശ്ലോകം മുതൽക്ക് അക്രൂരന്റെ ഗൃഹത്തിലേക്ക് പോകുന്ന ഭഗവാനെ അക്രൂരൻ വിദ്യാമണ്ണം സൽക്കരിച്ച് ബഹുമാനിക്കുന്നതും സ്തുതിക്കുന്നതുമായിട്ടുള്ള ഭാഗങ്ങളാണ്. അക്രൂരനെ ഭഗവാൻ തിരിച്ചും അഭിനന്ദിക്കുന്ന വാക്യങ്ങൾ നമുക്ക് അവസാന ഭാഗത്ത് കാണാം. അത് കഴിഞ്ഞ് അക്രൂരനെ ഹസ്തിനപുരത്തിലേക്ക് സന്ദേശം അയക്കുന്ന ദൂതനായി അയക്കുന്നു. പാണ്ഡവന്മാർക്ക് ബന്ധുബലമുണ്ട്. കൃഷ്ണനടക്കമുള്ള യാദവന്മാര് കുന്തിദേവിക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ കൂടെ ഉണ്ടാവും എന്ന് ധൃതരാഷ്ട്രയെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ദൂതാണ് അക്രൂരനെ അയക്കുന്നത്. അപ്പോൾ അത് തുടർന്ന് വരും. നമുക്ക് രാവിലെ നമ്മൾ സൈരന്ധ്രിയുടെ ഗൃഹത്തിലേക്ക് ഉദ്ധവനോടുകൂടി ഭഗവാൻ പോയതും തൻ്റെ ഗൃഹത്തിൽ വന്ന അപ്രതീക്ഷിതമായി കയറി വന്നതായിട്ടുള്ള വിശിഷ്ട അതിഥിയെ സാക്ഷാൽ ഭഗവാനെ തന്നെ കണ്ട് പരിഭ്രമിച്ചവളായ ആ സൈരന്ധ്രി ഭഗവാനെ എതിരേറ്റ് തൻ്റെ സഖികളോടുകൂടെ വേണ്ട പോലെ ആസനാദികളെ കൊണ്ട് പൂജിച്ചു. ഉദ്ധവനും അതുപോലെ പൂജിക്കപ്പെട്ടു. ഉദ്ധവൻ കൊടുത്ത ആസനത്തിലിരിക്കാതെ ആസനത്തെ സ്പർശിച്ച് സ്വീകരിച്ചു എന്ന് വരുത്തി താഴെ നിലത്ത് ഉപവിഷ്ടനായി എന്നും ഭഗവാൻ ഇവരുടെ ശയനഗൃഹത്തിലേക്ക് ചെന്ന് ശയനത്തിൽ തന്നെ അഥവാ കട്ടിലിൽ തന്നെ മഞ്ചത്തിൽ തന്നെ ചെന്ന് ഇരുന്നു പ്രവേശിച്ചു. അവളോ വളരെ തയ്യാറെടുത്ത് എന്ന് വെച്ചാൽ ഭഗവാൻ വരുന്ന അറിഞ്ഞിട്ടല്ല, എപ്പോഴും അവൾ സ്വയം ഭഗവാനെ വരുമെന്നുള്ള ഒരു വിശ്വാസത്തോടെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ മജ്ജനം, ആലേപം, ദുകൂലം, ഭൂഷണം, സ്രക്ക്, ഗന്ധം, താമ്പൂലം, സുദാസവം
ഇതൊക്കെ കൊണ്ട് തന്നെ അലങ്കരിച്ചിട്ടുണ്ട്. പ്രസാദിതാത്മ, തൻ്റെ ശരീരത്തെയും മറ്റും. കാരണം നല്ല ദേഹാഭിമാനം ഉള്ളവളാണ്, അല്ലേ? ദേഹാഭിമാനം ഉള്ളവരാണ് ദേഹത്തെ എത്രയും നന്നായിട്ട് ശുശ്രൂഷിക്കുക, ദേഹത്തെ അലങ്കരിക്കുക. അവൾക്ക് അംഗരാഗമാണുള്ളത്, അല്ലേ? അംഗരാഗം തന്നെയാണ് ദേഹാഭിമാനം. അംഗത്തോടുള്ള രാഗം, ശരീരത്തോടുള്ളതായിട്ടുള്ള രാഗം തന്നെയാണ് അംഗരാഗം. അപ്പോൾ നല്ല അംഗരാഗമുള്ളവളാണ്. ഭഗവാന്റെ അംഗങ്ങളോടും രാഗമുള്ളവളാണ്. ഭഗവാനെ സന്തോഷിപ്പിക്കാനായിക്കൊണ്ട് അവളുടെ വ്രീഡ, ലീല, ഉത്സ്മിതം, വിഭ്രമ ഈക്ഷിതങ്ങൾ, അല്ലേ? അപ്പോൾ ഭഗവാന്റെ നേരെ ലജ്ജയോടുകൂടെ ലീലയായിട്ട് മന്ദസ്മിതങ്ങളും അതുപോലെ ചലിക്കുന്ന കണ്ണുകളോടു ചഞ്ചലാക്ഷിയായി വിഭ്രമ ഈക്ഷിതങ്ങളോടുകൂടി ഭഗവാനെ സന്തോഷിപ്പിക്കുകയാണ്. അവളുടെ പൂജ അങ്ങനെയായിരുന്നു. ഓരോരുത്തർക്കും അവരവർക്ക് അറിയുന്ന രീതിയിലാണ് ഭഗവാനെ പൂജിക്കേണ്ടത്. അവരവരുടെ ശക്തിക്കനുസരിച്ചാണ് പൂജിക്കേണ്ടത്. അവൾക്കറിയും പോലെ പൂജിച്ചു. ആ സമയത്ത് ലജ്ജിച്ച് മാറി നിൽക്കുന്നവളെ ഭഗവാൻ തന്നെ അടുത്തേക്ക് വിളിച്ച് വിശങ്കിതയും, അല്ലെ, നവസംഗമഹ്രിയാ വിശങ്കിത. ഇപ്പോ ഭഗവാൻ വന്നു കയറിയിട്ടേ ഉള്ളൂ. വന്നു കയറി ഉടനെ കയറി എന്താ പറയുക, അധികം സ്വാതന്ത്ര്യം എടുക്കാൻ പാടില്ലല്ലോ എന്നുള്ള സങ്കോചത്തോടുകൂടെ മാറി നിൽക്കുന്ന അവളുടെ കൈകളിൽ, വളകൾ അലങ്കരിക്കപ്പെട്ടതായിട്ടുള്ള കൈകളിൽ ഭഗവാൻ പിടിച്ച് തന്റെ ഒപ്പം ശയ്യയിലേക്ക് അവളെ ഇരുത്തി. ആ ഭഗവാന് അനുലേപം അർപ്പിച്ച പുണ്യലേശം ഉള്ളവളാണ് അവള്. ഭഗവാന് സുഗന്ധദ്രവ്യങ്ങൾ കൊടുത്ത പുണ്യം കൊണ്ടാണ് ഭഗവാനോടൊപ്പം ഇരിക്കാനും ഭഗവാനോടൊപ്പം രമിക്കാനുമുള്ള ഭാഗ്യം അവൾക്ക് ലഭിച്ചത്. അപ്പോ അംഗരാഗം കൊടുത്തവളുടെ ആ അംഗരാഗത്തെ ഭഗവാൻ എന്താ പറയുക, അംഗീകരിക്കുകയാണ്, അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ രാമയ രേമേ, അവളുടെ കൈപിടിച്ച് ശയ്യയിൽ കയറ്റി ഒപ്പം ഇരുത്തി അവളുമായിട്ട് സന്തോഷമായി കഴിഞ്ഞു ഭഗവാൻ എന്ന് പറഞ്ഞു. അവളും ഭഗവാന്റെ പാദങ്ങളെ എടുത്ത് തന്റെ കുജങ്ങളിലും തന്റെ ഉരസ്സിലും തന്റെ കണ്ണുകളിലും അതുപോലെ മൂക്കോട് ചേർത്ത് ഘ്രാണം ചെയ്യുകയും എല്ലാം ചെയ്ത് തന്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ആ രുചോ മൃജന്തി, ഉള്ളിലുള്ള രോഗങ്ങളെ നശിപ്പിക്കുന്നു. ഏതാ കാമരോഗങ്ങൾ, കാമപീഡകളെ നശിപ്പിക്കുന്നു. അങ്ങനെ രണ്ട് കൈകളെ കൊണ്ടും ഭഗവാനെ തന്റെ സ്തനാന്തരഗതനായ ഭഗവാനെ, തന്റെ മാറോട് ചേർന്ന് കിടക്കുന്നവനായ ഭഗവാനെ പരിരഭ്യകാന്തം ആലിംഗനം ചെയ്തുകൊണ്ട് ആനന്ദമൂർത്തിം അജഹാദ് അതിദീർഘതാപം, ആനന്ദമൂർത്തിയായ ഭഗവാനെ ആലിംഗനം ചെയ്ത് എത്രയോ കാലമായി അവൾ അനുഭവിച്ചു കൊണ്ടിരുന്നതായിട്ടുള്ള എല്ലാ താപങ്ങളെയും അവള് നശിപ്പിച്ചു കളഞ്ഞു. എല്ലാ താപങ്ങളെയും അതിദീർഘതാപം അജഹാദ്, അതിനെ ഉപേക്ഷിച്ചു. അങ്ങനെ അംഗരാഗം കൊണ്ട്, അംഗരാഗാർപ്പണം കൊണ്ട് ദുഷ്പ്രാപനായ ഈശ്വരനായ കൈവല്യനാഥനായ ഭഗവാനെ പ്രാപിച്ചിട്ടും, അല്ലെ, ഇത്രയും എല്ലാവർക്കും യോഗീശ്വരന്മാർ പോലും ഏതൊരു ഭഗവാനെ മോക്ഷത്തിന് വേണ്ടി, കൈവല്യത്തിന് വേണ്ടി പ്രാപിക്കാനായിക്കൊണ്ട് ശ്രമിക്കുന്നുവോ ആ ഭഗവാനെ ദുഷ്പ്രാപനായിട്ടും പ്രാപിച്ചിട്ട്, എന്നിട്ടും അവൾ എന്താ ചെയ്ത്, പാവം ദുർഭഗയായതുകൊണ്ട്, വേണ്ടത്ര ഭാഗ്യമില്ലാത്തവളായതുകൊണ്ട് ഇപ്രകാരം അയാചത, യാചിച്ചു ഭഗവാനോട്. അല്ലയോ പ്രിയതമ, കതിചിത് ദിനാനി മയാ ഇഹ ഉഷ്യതാം, കുറച്ചു ദിവസം എന്നോടുകൂടെ ഇവിടെ വസിച്ചാലും എന്ന് ആഹ എന്ന് പറഞ്ഞു. മാത്രമല്ല രമസ്വ, എന്നോടുകൂടെ രമിച്ചാലും. അമ്പുരുഹേക്ഷണ, ഹേ താമരക്കണ്ണ, തേ സംഘം തെക്തും ന ഉത്സഹേ, അങ്ങയുമായിട്ടുള്ള സംഘത്തെ ഉപേക്ഷിക്കുവാനായിക്കൊണ്ടുള്ള ശക്തി എനിക്കില്ല, അങ്ങയെ ഉപേക്ഷിക്കാൻ എന്നെ കൊണ്ടാവില്ല. അതുകൊണ്ട് അങ്ങ് കുറച്ചു ദിവസം എൻ്റെ കൂടെ ഇവിടെ ഇരിക്കണം, താമസിക്കണം, എന്നെ സന്തോഷിപ്പിക്കണം. അങ്ങനെ ആവശ്യപ്പെട്ടതായിട്ടുള്ള അവളെ ഭഗവാൻ
മാനിച്ചു. അവൾക്ക് കാമവരം, അവളുടെ ആഗ്രഹിച്ച വരങ്ങളെ നൽകി. അങ്ങനെ അവളെ ബഹുമാനിച്ച് അവളുടെ ആവശ്യം നടത്തിക്കൊടുത്ത് ആ സർവേശനായ ഭഗവാൻ ഉദ്ധവേന സഹ സ്വധാമ അഗമത് അല്ലെങ്കിൽ ആഗമത്, സ്വധാമത്തിലേക്ക് മടങ്ങി വന്നു. അർച്ചിതനായിട്ട്, പൂജിതനായിട്ട്, ആ സൈരന്ധ്രിയാൽ നല്ലതുപോലെ സൽക്കരിക്കപ്പെട്ടവനായി, സന്തോഷിപ്പിക്കപ്പെട്ടവനായി ഭഗവാൻ മടങ്ങി ഗൃഹത്തിലേക്ക് പോയി എന്ന് പറഞ്ഞു. അവസാനത്തൊരു 11ാമത്തെ ശ്ലോകത്തില് ശ്രീശുക ബ്രഹ്മർഷിയുടെ ഒരു കമന്റ് ആയിരുന്നു. ആ സൈരന്ധ്രിയുടെ ദൗർഭാഗ്യത്തെക്കുറിച്ച് ഒന്നുകൂടെ ഊന്നി പറഞ്ഞതാണ്. നമ്മൾക്കും അതൊരു സൂചനയാണ്, ഒരു വാണിംഗ് ആണ്. നിങ്ങളും ഇതുപോലെ അബദ്ധങ്ങളിൽ പെട്ടുപോകാതിരിക്കുക. അവസരം കിട്ടുമ്പോൾ അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി അവസരങ്ങളെ നശിപ്പിച്ചു കളയാതിരിക്കുക എന്നുള്ള സൂചന തരികയാണ്. അതാണ് ദുരാരാധ്യം സമാരാധ്യ വിഷ്ണും സർവേശ്വരേശ്വരം യോ വൃണീതേ മനോഗ്രാഹ്യം അസത്വാത് കുമനീഷി അസൗ. അപ്പോ ദുരാരാധ്യനാണ്, ആരാധിക്കാൻ വളരെ പ്രയാസമേറിയവൻ, ആരാധിച്ച് തൃപ്തിപ്പെടുത്താനും പ്രത്യക്ഷനാക്കാനും പ്രയാസമേറിയവനാണ്. അങ്ങനെയുള്ള സർവേശ്വരേശ്വരം, എല്ലാ ഈശ്വരന്മാർക്കും ഈശ്വരനായിരിക്കുന്ന പരമേശ്വരനായ വിഷ്ണുവിനെ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള ഭഗവാനെ സമാരാധ്യ, ആരാധന ചെയ്ത് ഭഗവാൻ പ്രസാദിച്ച് മുന്നിൽ വരുമ്പോൾ യോ വൃണീതേ മനോഗ്രാഹ്യം അസത്വാത്, അവന്റെ അസത്വം കൊണ്ട്, വേണ്ടതായിട്ടുള്ള എന്താ പറയുക സത്വഗുണമില്ലായ്മ കൊണ്ട്, ജ്ഞാനമില്ല, വേണ്ട വിവേകമില്ല, ധൈര്യമില്ല, വേണ്ട ഗുണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അസത്വാത് യോ വൃണീതേ മനോഗ്രാഹ്യം, ആരാണോ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്ന, ഗ്രഹിക്കാൻ കഴിയുന്ന വസ്തുക്കളെ ആഗ്രഹിക്കുന്നത്, വരിക്കുന്നത്. അപ്പൊ നിസ്സാര വസ്തുക്കളെ, ലിമിറ്റഡ് ആയിട്ടുള്ള വസ്തുക്കളെ ആരാണോ ആഗ്രഹിക്കുന്നത്, ഭഗവാനിൽ നിന്ന് വരിക്കുന്നത്, വൃണീതേ. അസൗ കുമനീഷി, അവൻ കുൽസിത ബുദ്ധിയോടുകൂടിയവനാണ്. അവന്റെ ബുദ്ധി രജസ്സും തമസ്സും കൊണ്ട് കുൽസിതമാണ്. അവന്റെ ബുദ്ധി അനേക വാസനകളെ കൊണ്ട്, ലൗകിക വാസനകളെ കൊണ്ട് കുൽസിതമാണ്. അവന്റെ ബുദ്ധി ദേവമായ കൊണ്ട് വഞ്ചിക്കപ്പെട്ടതാണ്. ഇങ്ങനെ അവന്റെ മനീഷ, അതാണ് കുമനീഷി എന്ന് പറഞ്ഞ, മനീഷ പൊല്യൂട്ടഡ് ആണ്, കുൽസിതമായ മനീഷയോടുകൂടിയവൻ. അപ്പൊ വേണ്ടത് എന്താണെന്ന് ചോദിക്കാനുള്ള വിവേകം ഇല്ലാതിരുന്നു. അതുകൊണ്ടാണ് അവൻ നിസ്സാര വസ്തുക്കൾ ചോദിച്ച് മേടിക്കുന്നത്. നമ്മുടെ രാവിലെ വളരെ വിശദമായി നമ്മൾ കണ്ടു ധ്രുവന്റെ ചരിതം പോലെ തന്നെ. ധ്രുവൻ അർത്ഥാർത്ഥിയായിട്ടാണ് ഭഗവാനെ ഭജിച്ചത്. ആ ഭഗവാൻ 36,000 കൊല്ലം രാജാവായിരിക്കാനായിട്ട് അനുഗ്രഹിച്ചു. പിന്നീട് അതിനുശേഷമാണ് ധ്രുവപദം അദ്ദേഹത്തിന് കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ച് അന്തർദാനം ചെയ്തപ്പോൾ ധ്രുവൻ പശ്ചാത്തപിച്ചു, വളരെ വ്യസനിച്ചു. അയ്യോ, എനിക്ക് അബദ്ധം പറ്റിപ്പോയല്ലോ, എനിക്ക് വലിയ നഷ്ടം സംഭവിച്ചു. ആ ഭഗവാൻ വന്ന് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോ ഭഗവാനോട് സംസാരനാശത്തെ, മോക്ഷത്തെ ചോദിക്കുന്നതിന് പകരം ഞാൻ സംസാരത്തെ തന്നെ ചോദിച്ചു മേടിച്ചുവല്ലോ. ഭവച്ഛിതം അയാചേഹം ഭവം ഭാഗ്യവിവർജിത. ഭാഗ്യവിവർജിതനായ ഞാൻ ഭവച്ഛിതനായ ഭഗവാനോട് ഭവത്തെ തന്നെ ചോദിച്ചു മേടിച്ചു. അല്ലേ? ഭവച്ഛിതൻ എന്നാൽ ഭവത്തെ ഛേദിക്കുന്നവൻ, സംസാരത്തെ നശിപ്പിക്കുന്നവൻ, നമ്മുടെ അജ്ഞാനത്തെയും അതിനോട് പിന്നാലെ വന്ന എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതെയാക്കുന്നവൻ മുകുന്ദൻ. ആ മുകുന്ദനായ ഭഗവാനെ ലഭിച്ചിട്ട് ഭഗവാൻ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഭവം അയാചേ, ഞാൻ ഭവത്തെ അഥവാ സംസാരത്തെയാണല്ലോ യാചിച്ചത്. ഞാൻ വാസ്തവത്തിൽ ഭാഗ്യഹീനനാണ്, ഭാഗ്യവിവർജിത എന്ന് സ്വയം അദ്ദേഹം എന്താ പറയുക, ഒരു നഷ്ടബോധത്തോടു കൂടിയിട്ടാണ് ഭഗവാൻ പ്രത്യക്ഷനായി അനുഗ്രഹിച്ചിട്ടും ധ്രുവൻ തന്റെ നാട്ടിലേക്ക് മടങ്ങിയത്.
അപ്പൊ അതുപോലെയാണ് ഇവിടെ ഈ സൈരന്ധ്രിയുടെ അവസ്ഥയും. ഭഗവാൻ തന്റെ ഗൃഹത്തിൽ വന്ന് തന്നെ അനുഗ്രഹിക്കാൻ വന്നിട്ടും ഭഗവാനോട് കൈവല്യമല്ല ചോദിച്ചത്, സംസാരമാണ്, അഥവാ ലൗകിക സുഖങ്ങളാണ്, ദേഹസുഖമാണ് ചോദിച്ചത്. അപ്പോൾ ഈ കഥ ഗോപികമാരുടെ മാഹാത്മ്യം പറഞ്ഞതിന്റെ തൊട്ടടുത്ത് തന്നെ ഈ കഥ പറയുന്നത് എന്തിനായിരിക്കാം? നമ്മൾക്ക് ഒരു ചെറിയൊരു താരതമ്യത്തിനായിരിക്കാം. ഗോപികമാരെവിടെ കിടക്കണു, ഈ കുബ്ജ അല്ലെങ്കിൽ ഈ സൈരന്ധ്രി എവിടെ കിടക്കുന്നു? സൈരന്ധ്രിക്ക് ഭഗവാനോട് ആ ദേഹ അനുരാഗമാണ് ഉണ്ടായത്, ദേഹത്തിന് വേണ്ടതായിട്ടുള്ള സുഖമാണ് ചോദിച്ചത്. എന്നാൽ ഗോപികമാർ അതിൽ നിന്നൊക്കെ എത്രയോ ഉയർന്ന് ഭഗവാന്റെ തത്വം ഗ്രഹിക്കുന്നവരായി മാറിയിരിക്കുന്നു. ഭഗവാൻ അകലെ ഇരിക്കുമ്പോഴും ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ട് ഭഗവാന്റെ ഉത്തമ ഭക്തകളായി ഭഗവാന് വേണ്ടി കാത്തിരിക്കുന്നു, ഭഗവാൻ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട്. അങ്ങനെ ഭഗവാനെ തന്നെ ചിന്തിച്ച് അവരുടെ ഉള്ളിലുള്ള സകല ലൗകിക വാസനകളും പൂർണ്ണമായിട്ട് പോകുന്നു. പരിശുദ്ധകളായി തീർന്ന് ആ ഭഗവാനുമായി അവര് ഐക്യം പ്രാപിക്കുന്നു, മോക്ഷം പ്രാപിക്കുന്നു. അപ്പൊ ഗോപികമാർക്ക് കിട്ടാൻ പോകുന്നത് മോക്ഷമാണ്. സൈരന്ധ്രിക്ക് കിട്ടിയത് അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. അപ്പോൾ ഓരോരുത്തരുടെ യോഗ്യതയ്ക്കനുസരിച്ചാണ് ഭഗവാന്റെ അനുഗ്രഹം, അവരവരുടെ പാത്രതയ്ക്കനുസരിച്ചാണ് അനുഗ്രഹം. നിങ്ങളുടെ കയ്യിൽ ചെറിയൊരു എണ്ണക്കിണ്ണം പോലൊരു പാത്രമേ ഉള്ളൂവെങ്കിൽ അതും കൊണ്ടുപോയാൽ നിങ്ങൾ ഒരു ക്ഷേത്രത്തിൽ ധാരാളം പായസം വിതരണം ചെയ്യുന്നു. നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു എണ്ണക്കിണ്ണം പോലൊരു പാത്രം, അതുകൊണ്ട് കാണിച്ചാൽ അത്രേ തരുള്ളൂ. നിങ്ങൾ നല്ലൊരു വലിയൊരു തൂക്കുപാത്രം എടുത്തിട്ടുണ്ട് കയ്യിലാണെങ്കിൽ അത് നിറച്ച് വാങ്ങിച്ചിട്ട് പോവാം. വലിയ പാത്രങ്ങളുണ്ടെങ്കിൽ നിറച്ച് വാങ്ങിച്ചിട്ട് പോവാം. അപ്പോ കയ്യിലുള്ള പാത്രത്തിനനുസരിച്ച് അവിടുന്ന് പ്രസാദം സ്വീകരിക്കാനാവുള്ളൂ. അതുപോലെ നമ്മുടെ മനസ്സ് എത്രത്തോളം സങ്കുചിതമാണോ അത്രത്തോളം ചെറിയ പാത്രമാകണം. മനസ്സിന്റെ സങ്കോചമാണ് നമ്മുടെ പാത്രത നിർണയിക്കുന്നത്, എത്ര ചെറുതാണെന്ന്. ഇപ്പോൾ സൈരന്ധ്രി ഏറ്റവും ഭഗവാനിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയ അനുഗ്രഹമാണ് മേടിച്ചത്. ഗോപികമാര് ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ചവരായി മാറുകയാണ്. അപ്പൊ ഈ അടുത്തടുത്ത് ഈ കഥ പറഞ്ഞിരിക്കുന്നത് അവരെ തമ്മിലൊന്ന് താരതമ്യം ചെയ്യാൻ കൂടിയാണ്. നമുക്കിനി അക്രൂരന്റെ കഥയിലേക്ക് പ്രവേശിക്കാം. അക്രൂരഭവനം കൃഷ്ണ സഹ രാമോദ്ധവ പ്രഭു കിഞ്ചിത് ചികീർഷയൻ പ്രാഗാത് അക്രൂരപ്രിയകാമ്യയാ. അക്രൂരഭവനം കൃഷ്ണ സഹ രാമോദ്ധവ പ്രഭു കിഞ്ചിത് ചികീർഷയൻ പ്രാഗാത് അക്രൂരപ്രിയകാമ്യയാ. ഇപ്പോ പ്രഭുവായ കൃഷ്ണൻ, പ്രഭുഹു കൃഷ്ണ, എന്തിനും ശക്തിയുള്ളവനാണ് ഭഗവാൻ. അപ്പൊ ഓരോരുത്തരെയും അവരവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് അവരവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അനുഗ്രഹിക്കുന്നു. ഏ യഥാ മാം പ്രപദ്യന്തേ താൻ തഥൈവ ഭജാമ്യഹം എന്നുള്ള ഭഗവാന്റെ വാക്കനുസരിച്ച് എല്ലാറ്റിനും ശക്തിയുണ്ടെങ്കിലും ആ കൃഷ്ണൻ ഓരോരുത്തരെ അനുഗ്രഹിക്കുന്നത് ഓരോ രീതിയിലാണ്. വിചിത്രരൂപ തവ കല്ലു അനുഗ്രഹ എന്ന് മേൽപ്പത്തൂർ എവിടെ പറയുന്നുണ്ട്. വിചിത്രരൂപ തവ കല്ലു അനുഗ്രഹ. പ്രചേതസ്സുകളുടെ കഥ പറയുമ്പോഴാണ് തോന്നും അല്ലേ. ധ്രുവന് 6 മാസം കൊണ്ട് ഭഗവാൻ പ്രത്യക്ഷനായി. എന്നാൽ പ്രചേതസ്സുകൾക്ക് 10,000 വർഷം തപസ് ചെയ്യേണ്ടി വന്നു. രണ്ടുപേരുടെയും ആറ്റിറ്റ്യൂഡിന്റെ വ്യത്യാസമാണ്. ധ്രുവൻ ഭഗവാനെ പ്രഷറൈസ് ചെയ്ത് ഉടനെ വരൂ എന്നുള്ള രീതിയിൽ ഭഗവാനെ പീഡിപ്പിച്ചു, ലോകങ്ങളെ മുഴുവൻ ശ്വാസം മുട്ടിച്ചു. പ്രചേതസ്സുകൾക്ക് ഭഗവാൻ എപ്പോൾ വേണമെങ്കിൽ വന്നോട്ടെ, പതുക്കെ വന്നാൽ മതി എന്നുള്ള മട്ടില് നല്ല ഭക്തന്മാരായിരുന്നു. ഭഗവാനെ ബുദ്ധിമുട്ടിക്കാൻ
അവർ ഉദ്ദേശിച്ചിരുന്നില്ല. അപ്പൊ രണ്ടു കൂട്ടർ രണ്ടു തരത്തിൽ തപസ് ചെയ്തു. ആ രണ്ടു കൂട്ടർക്കും അനുഗ്രഹം വിചിത്രമായിരുന്നു. ഒരാൾക്ക് വളരെ പെട്ടെന്നും ധ്രുവന് 6 മാസം കൊണ്ടും ഇവർക്ക് പ്രചേതസ്സുകൾക്ക് 10,000 വർഷം കഴിഞ്ഞിട്ടും. വിചിത്രരൂപ തവ ഖൽവനുഗ്രഹ. അപ്പൊ അതുപോലെ ഇവിടെ സൈരന്ധ്രിക്ക് കൊടുത്ത അനുഗ്രഹം വിചിത്രം, അക്രൂരിന് കൊടുക്കാൻ പോകുന്ന അനുഗ്രഹം മറ്റൊരു തരത്തിൽ വിചിത്രം, ഗോപികമാർക്ക് കൊടുത്ത അനുഗ്രഹം വിചിത്രം. ഓരോരുത്തർക്കും കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ വിചിത്രം. അവരവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചാണ്. അപ്പൊ ഭഗവാൻ പ്രഭു കൃഷ്ണ സഹ രാമോദ്ധവ എന്നാണ്. അപ്പൊ രാമേണ സഹ ഉദ്ധവേന സഹ, രണ്ടുപേരും കൂടെയുണ്ടെന്ന് സൂചിപ്പിക്കാൻ സഹ എന്ന് ആദ്യം പറഞ്ഞു. സഹ രാമോദ്ധവ, രാമനും ഉദ്ധവനും കൂടെയുണ്ടായിട്ട് രണ്ടുപേരോടും കൂടെ കിഞ്ചിത് ചികീർഷയ, എന്തൊക്കെയോ ചെയ്യാനായിക്കൊണ്ട്, ഏതോ ഒരു കാര്യസാധ്യത്തിനായിക്കൊണ്ട്. ഇവിടെ കാര്യസാധ്യം ഭഗവാന് വേണ്ടിയിട്ടല്ല, ആരെയോ അനുഗ്രഹിക്കാൻ എന്ന മട്ടില് ഇവരെയും കൂട്ടിക്കൊണ്ട് വരൂ, നമുക്കൊരു സ്ഥലം വരെ പോവാനുണ്ട് എന്ന് പറഞ്ഞ് രണ്ടാളെയും വിളിച്ചു. അവർ രണ്ടാളും ആശ്ചര്യത്തോടെ എവിടേക്കാണാവോ, ഇനിയിപ്പോ കുബ്ജയുടെ അടുത്തേക്ക് തന്നെയാണോ വീണ്ടും പോകണമെന്ന് ഉദ്ധവൻ ചിന്തിച്ചോ എന്നറിയില്ല. എന്തായാലും അവരെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ഭഗവാൻ വിളിച്ചുകൊണ്ട് കിഞ്ചിത് ചികിത്സയൻ, എന്തോ ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് അക്രൂര പ്രിയ കാമ്യയ, ഭഗവാന്റെ ഉള്ളില് അക്രൂരന് പ്രിയം ചെയ്യുവാനുള്ള ഇച്ഛയാണ്. അക്രൂരനെ അനുഗ്രഹിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അക്രൂരഭവനം പ്രാഗാത്, ആ അക്രൂരന്റെ ഗൃഹത്തിലേക്ക് പ്രകർഷേണ ഗമിച്ചു, പ്രയാണം ചെയ്തു. അപ്പൊ അക്രൂര ഗൃഹത്തിലേക്കാണ് ഭഗവാൻ ബലരാമസ്വാമിയെയും ഉദ്ധവനെയും കൂട്ടിക്കൊണ്ട് ചെന്നത്. സതാൻ നരവരശ്രേഷ്ഠാൻ ആരാധീക്ഷ്യ സ്വബാന്ധവാൻ പ്രത്യുത്ഥായ പ്രമുദിതഃ പരിഷ്വജ്യാഭിനന്ദ്യ ച. സതാൻ നരവരശ്രേഷ്ഠാൻ ആരാധീക്ഷ്യ സ്വബാന്ധവാൻ പ്രത്യുത്ഥായ പ്രമുദിതഃ പരിഷ്വജ്യാഭിനന്ദ്യ ച. സഹ എന്ന് പറഞ്ഞു, സഹ അക്രൂരഃ, ആ അക്രൂരൻ താൻ നരവരശ്രേഷ്ഠാൻ സ്വബാന്ധവാൻ ആരാധവീക്ഷ്യ, സ്വബാന്ധവാൻ തന്റെ ബന്ധുക്കളാണ്. വസുദേവനും അക്രൂരനും കസിൻസാണ്. അപ്പോ വസുദേവ പുത്രൻ എന്ന് പറയുമ്പോൾ തനിക്ക് പുത്രസമാനം തന്നെയാണ് കൃഷ്ണനും ബലരാമനും. അപ്പൊ ബന്ധുക്കളായിരിക്കുന്ന ഉദ്ധവനും യാദവ വംശത്തിൽ തന്നെയുള്ള ബന്ധുവാണ്. അപ്പൊ അതുകൊണ്ട് തന്റെ ബന്ധുക്കളായിരിക്കുന്ന സ്വബാന്ധവാൻ താൻ നരവരശ്രേഷ്ഠാൻ, ആ നരവരന്മാർ എന്നാൽ രാജകുമാരന്മാർ, രാജാക്കന്മാർ, അവരിൽ വെച്ച് ശ്രേഷ്ഠന്മാർ. അപ്പൊ രാജശ്രേഷ്ഠന്മാരായ ഇവരെ ആരാധ് വീക്ഷ്യ, ആരാധ് ദൂരേ എന്നർത്ഥം, ദൂരെ തന്നെ കണ്ടിട്ട്, തന്റെ ഗൃഹത്തിലേക്ക് വരുന്നത് കണ്ടിട്ട് പ്രമുദിത, എന്തെന്നില്ലാത്ത മോദമുണ്ടായിട്ട് സന്തോഷാധിക്യത്തോടെ പ്രത്യുത്ഥായ എതിരേറ്റ് ചെന്ന് സൽക്കരിക്കാനായിട്ട് നേരിട്ട് ചെന്നു. അവിടെ ചെന്ന് പരിഷ്വജ്യ ആലിംഗനം ചെയ്തു, അഭിനന്ദിക്കുകയും ചെയ്തു. പൂജിക്കുക അല്ലെങ്കിൽ ആനന്ദിപ്പിക്കുക എന്നൊക്കെ അർത്ഥം. കുശല പ്രശ്നാദികളും വന്നതിൽ സന്തോഷം, സ്വാഗതം സ്വാഗതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ അഭിനന്ദിച്ചു. പറഞ്ഞ വാക്ക് പാലിച്ചുവല്ലോ അങ്ങ്, എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായി എന്നെല്ലാം പറഞ്ഞ് ആ ആഗമനത്തെക്കുറിച്ച് നന്നായി നന്നായി എന്ന് പറയുന്നതാണ് സ്വാഗതം എന്ന് പറയുന്നത്. വന്നത് നന്നായി, സുഷ്ടു ആഗതം, നിങ്ങളുടെ വരവ് കൊണ്ട് എനിക്ക് സന്തോഷമുണ്ടായി, അല്ലേ, സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്ന് പറഞ്ഞ പോലെ ആ സന്തോഷ പ്രകടനമാണ് സ്വാഗതം എന്നുള്ള വാക്ക്. അപ്പോ ആ സ്വാഗതാദികൾ പറഞ്ഞ് ആസനാദികൾ കൊടുത്ത് അഭിനന്ദിച്ചു, സൽക്കരിച്ചു എന്നാണ് അർത്ഥം. അഭിനന്ദിച്ച് ആലിംഗനം ചെയ്ത് അഭിനന്ദിച്ചു കൂട്ടിയിട്ട് വന്നു. എന്നിട്ടോ തന്റെ മക്കളുടെ പ്രായമാണ്, മക്കളുടെ സ്ഥാനമാണ്, എന്നിട്ടും ഗൃഹത്തിൽ വന്ന അതിഥികളാണവർ. അത് മാത്രമല്ല അവർ ഈശ്വരന്മാരാണെന്ന് അക്രൂരന് ദർശനം കിട്ടിയിട്ടുണ്ടല്ലോ. പിന്നെന്താ സംശയമുണ്ടോ?
കാളിന്തിയിൽ കുളിക്കുന്നതായിട്ടുള്ള സമയത്ത്, സന്ധ്യാവന്ദനം ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് ഇവരെ കൂട്ടിയിട്ട് വരുമ്പോൾ വഴിയിലുണ്ടായ അനുഭവം ഒന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ? അപ്പോൾ സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ പരമകാരണഭൂതന്മാരാണ് ഈ രണ്ടുപേരും. ആദിശേഷ ഭഗവാനും സാക്ഷാൽ നാരായണനുമാണ്. അപ്പോൾ അവരെ നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ ആ സന്തോഷാധിക്യത്തോടെ അവരെ നമസ്കരിച്ചു എന്നാണ് അടുത്ത ശ്ലോകം പറയുന്നത്. നനാമ കൃഷ്ണം രാമം ച സതൈരപ്യഭിവാദിതഃ പൂജയാമാസ വിധിവത് കൃതാസന പരിഗ്രഹാൻ. നനാമ കൃഷ്ണം രാമം ച സതൈരപ്യഭിവാദിതഃ പൂജയാമാസ വിധിവത് കൃതാസന പരിഗ്രഹാൻ. കൃഷ്ണം രാമം ച നനാമ, കൃഷ്ണനെയും രാമനെയും നമിച്ചു. നനാമ നമസ്കരിച്ചു. ആര്? അക്രൂരഃ. സഹ തൈഹി അപി അഭിവാദിതഃ. സഹ അക്രൂരഃ തൈഹി അപി രാമകൃഷ്ണൈഹി അപി. രാമകൃഷ്ണ ഉദ്ധവാദിഭിഹി, രാമകൃഷ്ണനാലും ഉദ്ധവനാലും അഭിവാദിതഃ അഭിവാദനം ചെയ്യപ്പെട്ടു, നമസ്കരിക്കപ്പെട്ടു എന്ന് തന്നെയാണ്. അവിടെ ചെറിയച്ഛൻ എന്നുള്ള ഭാവത്തിൽ മര്യാദ കാണിച്ചുകൊണ്ട് ലോകമര്യാദയെ അനുസരിച്ച് ഭഗവാൻ നമസ്കരിച്ചു, അഭിവാദനം ചെയ്തു. അഭിവാദയേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അഭിവാദിതഃ. അങ്ങനെ പരസ്പരം അഭിവാദനം ചെയ്തു. എന്നിട്ട് ഗൃഹത്തിൽ ആഗതരായ പൂജാർഹരായ അതിഥികളെ അക്രൂരൻ പൂജിച്ചു. എങ്ങനെ? പൂജയാമാസ വിധിവത്. വിധിവത് പൂജയാമാസ, ശാസ്ത്രവിധി പ്രകാരം പൂജിച്ചു. കൃത ആസന പരിഗ്രഹാൻ. അപ്പോ അവരെ പൂജിക്കുന്നത് എങ്ങനെയാണ്? ആസനങ്ങളെ പരിഗ്രഹിച്ചവരെ, കൊടുത്തതായിട്ടുള്ള ആസനങ്ങളെ സ്വീകരിച്ച് ആസനങ്ങളിൽ ഉപവിഷ്ടരായിരിക്കുന്ന രാമകൃഷ്ണന്മാരെ വിധിപ്രകാരം പൂജിച്ചു. പൂജാ സാമഗ്രികൾ കൊണ്ടുവന്ന് പൂജിച്ചു. എന്താണ് പൂജാ സാമഗ്രികൾ? അർഘ്യ പാദ്യാദികൾ, ആചമനീയത്തിനുള്ള ജലം, കുടിക്കാനുള്ള മധുവർക്കം എന്നുള്ള ജലം, അതിനുശേഷം എന്തെങ്കിലുമൊക്കെ ഭക്ഷണ പദാർത്ഥാദികൾ നിവേദ്യമായിട്ട് സമർപ്പിക്കണം. പിന്നെ ഏതൊക്കെ രീതിയിൽ ശുശ്രൂഷിക്കാമോ, കാല് തിരുമ്പിക്കൊടുത്തുകൊണ്ടും വീശിക്കൊടുത്തുകൊണ്ടും പല രീതിയിൽ സൽക്കരിക്കാം, ഉപചാരങ്ങൾ. അപ്പൊ അതാണ് കൊടുത്തതായിട്ടുള്ള നൽകിയ ആസനത്തെ സ്വീകരിച്ച് ഇരിപ്പിടത്തിൽ ഇരുന്നവരായിട്ടുള്ള അവരെ വിധിപ്രകാരം പൂജിച്ചു. പാദാവനേ ജനീരാപോ ധാരയൻ ശിരസാ നൃപ അർഹണേനാംബരൈർദിവ്യൈഃ ഗന്ധസ്രഗ്ഭൂഷണോത്തമൈഃ അർച്ചിത്വാ ശിരസാ നമ്യ പാദൗ അംഗഗദൗ മൃജൻ പ്രശ്രയാവനതോ ക്രൂരഃ കൃഷ്ണരാമൗ അഭാഷത. പാദാവനേ ജനീരാപോ ധാരയൻ ശിരസാ നൃപ അർഹണേനാംബരൈർദിവ്യൈഃ ഗന്ധസ്രഗ്ഭൂഷണോത്തമൈഃ അർച്ചിത്വാ ശിരസാ നമ്യ പാദൗ അംഗഗദൗ മൃജൻ പ്രശ്രയാവനതോ ക്രൂരഃ കൃഷ്ണരാമൗ അഭാഷത. അല്ലയോ നൃപ. നൃപ എന്നുള്ളത് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനെ സംബോധന ചെയ്യുന്നതാണ്. അല്ലയോ പരീക്ഷത്തെ, രാജാവേ, അദ്ദേഹം എന്ത് ചെയ്തു? എങ്ങനെയാ പൂജിച്ചത്? പൂജയാമാസ വിധിവത് എന്ന് പറഞ്ഞു. അപ്പൊ അതിലാദ്യം കാല് കഴുകലാണ്. അതാണ് പാദാവനേജനീഹി ആപഹ. ആപഹ എന്ന് പറഞ്ഞാൽ ജലം. അതെന്ത് ചെയ്ത ജലം? പാദ അവനേജനം ചെയ്ത ജലം എന്ന് പറയാൻ പാദാവനേജനീഹി ആപഹ. ആപഹ എന്നുള്ളത് സ്ത്രീലിംഗമാണ്. അതുകൊണ്ട് അവനേജനീ എന്ന് പറഞ്ഞു. സ്ത്രീലിംഗമായിട്ട് പാദാവനേജനം ചെയ്ത ജലത്തെ, കാല് കഴുകിയ വെള്ളത്തെ ശിരസാധാരയന് തന്റെ ശിരസിൽ ധരിച്ചു. അപ്പോ വന്ന അതിഥികളുടെ പാദം കഴുകിയ വെള്ളം തന്റെ ശിരസിൽ ധരിക്കുന്നതോടുകൂടി താൻ പവിത്രനായി. താൻ പവിത്രനായിട്ട് വേണം മുമ്പിലിരിക്കുന്നവരെ പൂജിക്കാൻ. അല്ലെ? ഈശ്വരനെ പൂജിക്കുന്നതിന് മുമ്പ് ആത്മപൂജ ചെയ്യണം. ആത്മപൂജ കഴിഞ്ഞിട്ടാണ് പീഠപൂജയും മൂർത്തി പൂജയും എല്ലാം ഉള്ളത്.
അപ്പൊ ഇവിടെ ആത്മപൂജ ചെയ്തു. എങ്ങനെ? മറ്റു തീർത്ഥങ്ങളൊന്നുമല്ല, സ്വയം ഭഗവാന്റെ പാദം കഴുകിയ വെള്ളം തന്നെ ശിരസാ ധരിച്ചു. സാധാരണ പൂജകൾക്കൊക്കെ നമ്മളും ആചമനം ചെയ്യുമ്പോൾ ഭഗവാന്റെ നാമം പറഞ്ഞ് ആ വെള്ളം 3 പ്രാവശ്യം കുടിക്കുകയാണ് പതിവ്, അല്ലേ? അച്യുതായ നമ, അനന്തായ നമ, ഗോവിന്ദായ നമ. ആ നാമം പറഞ്ഞ് വെള്ളം കുടിച്ചാലേ നമ്മൾ പവിത്രരായി. അപ്പൊ അങ്ങനെയുള്ള സാക്ഷാൽ ആ അച്യുതൻ തന്നെ, അനന്തൻ തന്നെ, ഗോവിന്ദൻ തന്നെ അവിടെ മുമ്പിൽ പീഠത്തിലിരിക്കുമ്പോൾ ആ ഭഗവാന്റെ പാദം കഴുകിയ വെള്ളം തന്റെ ശിരസ് കൊണ്ട് ധരിച്ചാൽ താൻ പവിത്രനായില്ലേ? എന്നിട്ട് വേണം ഇനി പൂജ ആരംഭിക്കാൻ. അപ്പൊ അതാ സ്വയം ശിരസാധാരയന്, സ്വയം ധരിച്ചുകൊണ്ട് അർഹണേന അംബരൈർ ദിവ്യൈർ ഗന്ധ സ്രഗ്ഭൂഷണോത്തമൈഹി അർച്ചിത്വ. എന്തൊക്കെ കൊടുക്കണം? ഉപഹാരങ്ങളായി അല്ലെങ്കിൽ ഉപചാരങ്ങളായി. അർഹണേന, അർഹണം പൂജ. എന്തൊക്കെ? അംബരം എന്ന് പറഞ്ഞാൽ വസ്ത്രം. അപ്പൊ അതിഥികൾക്ക് വന്നാൽ സ്നാനം, സ്നാനാനന്തരം വസ്ത്രം, ഇങ്ങനെയൊക്കെ പതിവുണ്ട്. ഇവിടെ വസ്ത്രം കൊടുത്തു. ദിവ്യങ്ങളായിട്ടുള്ള വസ്ത്രം, വളരെ വിശിഷ്ടങ്ങളായിട്ടുള്ള വസ്ത്രം. അതുപോലെ ഗന്ധ സ്രക്ക് ഭൂഷണോത്തമൈഹി. ഗന്ധം എന്നാൽ ചന്ദനം മുതലായിട്ടുള്ള ഗന്ധങ്ങൾ കാലിലൊക്കെ പുരട്ടിക്കൊടുത്തു. സ്രക്ക് എന്ന് പറഞ്ഞാൽ മാല ചാർത്തിക്കൊടുത്തു. ഭൂഷണോത്തമങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റു പലതരത്തിലുള്ളതായിട്ടുള്ള ആഭരണങ്ങളോ അതുപോലെയുള്ളതായിട്ടുള്ള വസ്തുക്കളോ ഒക്കെ ഭഗവാന് കൊടുത്തു എന്നർത്ഥം. മാല ചാർത്തി ആഭരണങ്ങളൊക്കെ ധരിപ്പിച്ചു. എന്നിട്ട് ഭഗവാനെ അർച്ചിച്ച് ശിരസാ ആനമ്യ, തന്റെ ശിരസ് കൊണ്ട് വീണ്ടും നമസ്കരിച്ചു. വന്നപ്പോ ഒരു നമസ്കാരം ചെയ്തു. പൂജ കഴിഞ്ഞിട്ട് അഥവാ സൽക്കാരം കഴിഞ്ഞിട്ട് പിന്നെയൊരു നമസ്കാരം. ആനമ്യ പാദൗ അംഗഗതൗ മൃജന്. പാദൗ, ഭഗവാന്റെ 2 പാദങ്ങളെ തന്റെ അംഗഗതൗ എന്ന് പറഞ്ഞാൽ മടിയിലേക്ക് ഗമിച്ചതായിട്ട്, എന്ന് വെച്ചാൽ മടിയിലെടുത്ത് വെച്ചിട്ട് മൃജന്, മൃജൻ എന്ന് പറഞ്ഞാൽ മാർജനം ചെയ്യുന്നതായിട്ട്, എന്ന് വെച്ചാൽ തലോടിക്കൊണ്ട് ഭഗവാന്റെ പാദങ്ങളെ 2നെയും തന്റെ മടിയിലേക്ക് എടുത്തു വെച്ചു. ഭഗവാൻ അടുത്തൊരു ആസനത്തിലിരിക്കുകയാണ്, ഉയരത്തിൽ പീഠത്തിലിരിക്കുകയാണ്. അപ്പൊ കാല് തൂക്കിയിട്ടിരിക്കുകയായിരിക്കും. ആ തൂക്കിയിട്ട കാലിനെ അടുത്ത് ചെന്നിരുന്ന്, കാൽക്കൽ ചെന്നിരുന്ന് ആ കാലിനെ എടുത്ത് തന്റെ മടിയിൽ വെച്ച് തലോടി കൊടുക്കുകയാണ്. പാദസേവ. അതാണ് അംഗഗതൗ പാദൗ മൃജന്, മാർജനം ചെയ്ത് പ്രസ്രയാവനതോ അക്രൂരഃ കൃഷ്ണരാമൗ അഭാഷത. പ്രസ്രയ അവനതൻ, പ്രസ്രയൻ എന്ന് പറഞ്ഞാൽ വിനയമുള്ളവനായി അവനതനായിട്ട് നമസ്കരിച്ചുകൊണ്ട് ശിരസ് താഴ്ത്തിക്കൊണ്ട് അക്രൂരഃ, ആ അക്രൂരൻ കൃഷ്ണരാമൗ, രാമകൃഷ്ണൗ, രാമകൃഷ്ണന്മാരോട് അഭാഷത, ഭാഷണം ചെയ്തു. അപ്പോ ഇവിടെ അംഗഗതൗ പാദൗ മൃജൻ എന്ന് പറയുന്നതിന് മുമ്പ് ശിരസാ ആനമ്യ എന്ന് പറയുമ്പോ ആ ഭഗവാന്റെ പാദങ്ങളെ എടുത്ത് തന്റെ ശിരസിലും വെച്ചിട്ടുണ്ടാവും. അപ്പൊ ശിരസോട് ചേർത്തും വെച്ച് പിന്നീട് മടിയിൽ വെച്ച് തലോടിക്കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. കൃഷ്ണരാമന്മാരോട് ഇങ്ങനെ പറയുന്നു. അപ്പോ എന്തൊരു ഭക്തിയും എന്തൊരു പക്വതയുമാണ് അക്രൂരന് എന്ന് നോക്കുക. അക്രൂരൻ പൂജിച്ചതും സൈരന്ധ്രി പൂജിച്ചതുമായിട്ട് വലിയ വ്യത്യാസമുണ്ട്. അത് മനസ്സുകൊണ്ട് ഒന്ന് താരതമ്യം വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. 2 പേരും 2 തരക്കാരാണ്, 2 ആവശ്യങ്ങളാണ് അവരുടെ, 2 സംസ്കാരമാണ്, അല്ലെ? അവരുടെ ഗുണങ്ങളും വാസനകളും വ്യത്യസ്തമാണ്. അപ്പൊ അതിനനുസരിച്ച് പൂജയിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട്. ചെറുതല്ല, ആറ്റിറ്റ്യൂഡിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ അക്രൂരന്റെ വാക്കുകളാണ്. ദിഷ്ട്യാ പാപോ ഹതകംസഃ സാനുഗോ വാം ഇദം കുലം ഭവദ്ഭ്യാം ഉദ്ധൃതം കൃച്ഛ്രാത് ദുരന്താച്ച സമേഭിതം. ദിഷ്ട്യാ പാപോ ഹതകംസഃ സാനുഗോ വാം ഇദം കുലം ഭവദ്ഭ്യാം ഉദ്ധൃതം കൃച്ഛ്രാത് ദുരന്താച്ച സമേഭിതം. അപ്പോ ആ കംസൻ വധിക്കപ്പെട്ടത് ഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഭവദ്ഭ്യാം, നിങ്ങൾ 2 പേരാലും, രാമകൃഷ്ണാഭ്യാം
പാപഃ കംസഃ സാനുഗഃ ഹതഃ. ആ പാപിയായ കംസൻ അവന്റെ അനുചരന്മാരോടുകൂടെ അനുഗന്മാരോടുകൂടെ ഹതഃ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഭാഗ്യം ഭാഗ്യം ദിഷ്ട്യാ എന്ന് പറയണം. ദിഷ്ട്യാ ഭാഗ്യം കൊണ്ട് ആ പാപിയായ കംസനും അവന്റെ കൂട്ടുകാരും അങ്ങയാൽ നിങ്ങൾ രണ്ടുപേരാലും വധിക്കപ്പെട്ടു. വാം ഇതം കുലം ദുരന്താത് കൃച്ഛ്രാത് ഉദ്ധൃതം സമേദിതം ച ദിഷ്ട്യാ. വീണ്ടും ഭാഗ്യം കൊണ്ട് വാം എന്ന് പറഞ്ഞാൽ വീണ്ടും നിങ്ങൾ രണ്ടുപേരുടെയും ഇതം കുലം ഈ യാദവ കുലത്തെ ദുരന്താത് കൃച്ഛ്രാത്. കൃച്ഛ്രം എന്നാൽ കഷ്ടപ്പാടുകൾ, ക്ലേശങ്ങൾ. അതെങ്ങനെയുള്ളത്? ദുരന്തം എന്ന് പറഞ്ഞാൽ അനന്തം, അന്തമില്ലാത്തത്. ദുരന്തം എന്ന് പറഞ്ഞാല് അനന്തം തന്നെയാണ്, അന്തം കാണാത്തത്. ദുഃഖേന അന്തം ഗന്ധും ശക്യം, അതാണ് ദുരന്തം. ഏതൊന്നിന്റെ അന്തം കാണാൻ ക്ലേശമുണ്ടോ, ദുഃഖമുണ്ടോ എന്ന് വെച്ചാൽ അന്തം കാണാൻ പറ്റാത്തത്. അപ്പൊ ദുരന്തമായിരിക്കുന്ന അഥവാ അനന്തമായിരിക്കുന്ന കൃച്ഛ്രങ്ങളിൽ നിന്ന്, ക്ലേശങ്ങളിൽ നിന്ന് ഈ വംശം, യാദവ വംശം ഉദ്ധൃതം. ഒരു ചെളിക്കുണ്ടിൽ താഴ്ന്ന് മുങ്ങിച്ചാവുന്നത് പോലെയുള്ള ഒരു കഷ്ടപ്പാടുകളായിരുന്നു കംസൻ ഉണ്ടായിരുന്ന കാലത്ത് ഈ യാദവവംശം അനുഭവിച്ചുകൊണ്ടിരുന്നത്. വളരെ ക്ലേശങ്ങളായിരുന്നു. ഒരു സ്വാതന്ത്ര്യമില്ലാതെ ഒരുപാട് പേര് അവിടുന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോയി. അപ്പൊ ബന്ധുക്കളെ പരസ്പരം കാണാൻ കഴിയാതെ വർഷങ്ങളോളം കഴിയുക, ഇനി നല്ല കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ലായ്മ, എപ്പോഴും കംസനെ ഭയപ്പെട്ടുകൊണ്ടുള്ളതായിട്ടുള്ള ജീവിതം. അപ്പൊ അങ്ങനെയുള്ള കംസൻ ആരെ തനിക്ക് ശത്രുവാണെന്ന് തോന്നിയോ അവരെ വധിച്ചു കളയും, അല്ലെങ്കിൽ കാരാഗൃഹത്തിൽ അടയ്ക്കും. അങ്ങനെയുള്ള ദുരന്തം നിരന്തരം. അപ്പോ ദുരന്താത് കൃച്ഛ്രാത് ഉദ്ധൃതം, കരകയറ്റപ്പെട്ടു. അല്ലേ, നമ്മുടെ ഗജേന്ദ്രനെ ഭഗവാൻ മോചിപ്പിച്ചതുപോലെ ഈ കുലത്തെ തന്നെ ഭഗവാൻ മോചിപ്പിച്ചു. സമേദിതം ച സമ്യക് ഏദിതം. ഏദിതം എന്ന് പറഞ്ഞാൽ വർദ്ധിതം, പോഷിപ്പിക്കപ്പെടുക, വൃദ്ധിയെ പ്രാപിപ്പിക്കുക. നന്നായി സംരക്ഷിക്കപ്പെട്ട് വൃദ്ധിയെ പ്രാപിപ്പിച്ചു. ഞങ്ങൾക്കിപ്പോ എല്ലാ നന്മകളും വന്നു ചേർന്നുണ്ട് ഈ യാദവന്മാർക്ക്. ഇപ്പൊ യാദവന്മാരെ ലോകം ബഹുമാനിക്കുന്നുണ്ട്. ഉഗ്രസേനന് നിലയും വിലയൊക്കെ ഉണ്ട് മറ്റ് രാജാക്കന്മാരുടെ ഇടയിൽ. കാരണം അവരുടെ രക്ഷകൻ കൃഷ്ണനുണ്ട് കൂടെ. ബലരാമനും കൃഷ്ണനും കൂടെയുള്ളപ്പോ ഈ ഉഗ്രസേനനെയും അതുപോലെ യാദവന്മാരെയും ആരെങ്കിലും ബഹുമാനിക്കാതിരിക്കുമോ? ഒരിക്കലുമില്ല. അപ്പോ എല്ലാ ഐശ്വര്യവും അവിടെ വന്നു ചേർന്നു, എല്ലാ കീർത്തിയും വന്നു ചേർന്നു, എല്ലാവരുടെ ആദരവും വന്നു ചേർന്നു. അങ്ങനെ ആ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ഞങ്ങളിതാ കരകയറി വർദ്ധിച്ചു വരികയാണ്. ഉദ്ധൃതം സമേദിതം ച ദിഷ്ട്യാ. ദിഷ്ട്യാ ഭാഗ്യം ഭാഗ്യം. ഞങ്ങളുടെയൊക്കെ പുണ്യം തന്നെയാണ് അങ്ങയെ ഈ വംശത്തിന്റെ രക്ഷകനായി കിട്ടിയത്. വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായി അങ്ങ് വന്ന് അവതരിച്ചത് ഞങ്ങളുടെയൊക്കെ എത്രയോ ജന്മങ്ങൾ ചെയ്ത സുഹൃതം കൊണ്ടാണ്. ഈ യാദവ വംശത്തിലുള്ള ആളുകളുടെയൊക്കെ പുണ്യം കൊണ്ടാണ്. ദിഷ്ട്യാ ദിഷ്ട്യാ. യുവാം പ്രധാന പുരുഷൗ ജഗദ്ധേതു ജഗന്മയൗ ഭവദ്ഭ്യാം ന വിനാ കിഞ്ചിത് പരമസ്തി ന ചാപരം. യുവാം പ്രധാന പുരുഷൗ ജഗദ്ധേതു ജഗന്മയൗ ഭവദ്ഭ്യാം ന വിനാ കിഞ്ചിത് പരമസ്തി ന ചാപരം. അപ്പോ മുമ്പൊരു അക്രൂര സ്തുതി നമ്മൾ വിശദമായി കണ്ടിരുന്നു, അല്ലേ? രണ്ടുപേരെയും രഥത്തിൽ കൊണ്ടുവരുന്ന വഴിയിൽ കാളിന്തിയിൽ അദ്ദേഹം സന്ധ്യാവന്ദനത്തിന് ഇറങ്ങിയപ്പോൾ ആ ഭഗവത് ദർശനം ഉണ്ടായതായിട്ടുള്ള സമയത്ത് അതിഗംഭീരമായിട്ടുള്ളൊരു സ്തുതി കൊണ്ട് രാമകൃഷ്ണന്മാർ ആരെന്ന് അറിഞ്ഞുകൊണ്ട് ആദിശേഷ ഭഗവാനും സാക്ഷാൽ നാരായണനുമാണെന്ന് അറിഞ്ഞുകൊണ്ട് സ്തുതിച്ചിരുന്നു. അതിന്റെ ഒരു തുടർച്ച, അതിന്റെ ഒരു ഹാങ് ഓവർ എന്ന് പറയും പോലെയുള്ള ഒരു സ്തുതിയാണ് ഇനി സ്തുതിക്കാൻ പോകുന്നത്. അതും ഇതും കൂടി ചേർത്ത് വായിച്ചാൽ അക്രൂര സ്തുതി പൂർണ്ണമായി. അപ്പൊ അവിടെ എന്തൊക്കെ പറഞ്ഞു അതിന്റെ ആവർത്തനവും ഇവിടെയുണ്ട്. അതൊന്നുകൂടെ അനുസ്മരിക്കുകയാണ്. കാരണം നേരിൽ അനുഭവിച്ചതാണ്. ഒരു സംശയമില്ലാതെ ഭഗവാന്റെ ആ രൂപം ദർശിച്ച് ഭഗവാന്മാരാരാണെന്ന് നേരിൽ സാക്ഷാത്കരിച്ചതാണ്.
അപ്പൊ ആ ഒരു ജ്ഞാനിയുടെ സ്തുതിയാണിത്. അക്രൂരൻ ഒരു ജ്ഞാനീഭക്തനാണ്. ആ ജ്ഞാനീഭക്തനായ അക്രൂരന്റെ അതിഗംഭീരമായിട്ടുള്ള സ്തുതിയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. യുവാൻ പ്രധാന പുരുഷൗ ജഗദ്ധേതു ജഗന്മയൗ. യുവാം, നിങ്ങൾ രണ്ടുപേരും, രാമകൃഷ്ണന്മാരായ നിങ്ങൾ രണ്ടുപേരും വാസ്തവത്തിൽ ഈ രാമകൃഷ്ണന്മാരെന്നുള്ളത് വെറും നാട്യമല്ലേ, വേഷം കെട്ടല്ലേ. വാസ്തവത്തിൽ നിങ്ങൾ ആരാണ്? പ്രധാന പുരുഷവും, ഏറ്റവും പ്രധാനന്മാരായ രണ്ട് പുരുഷന്മാരാണ് എന്നൊരർത്ഥം അല്ലേ. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പുരുഷന്മാർ. പ്രധാനം എന്ന് പറഞ്ഞാല് എല്ലാറ്റിനെയും പ്രകർഷേണ ധരിക്കുന്നതാണ് പ്രധാനം. അപ്പൊ ഈ ലോകത്തെ മുഴുവൻ ധരിക്കുന്ന രണ്ടു പേരാണ് നിങ്ങൾ. പ്രധാനമന്ത്രി അല്ലെ, നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും തലപ്പത്തുള്ള ആളുടെ പേരാണ് പ്രധാനമന്ത്രി. അയാളാണ് എല്ലാം ധരിക്കുന്നത്, എല്ലാറ്റിനെയും കൊണ്ടു നടക്കുന്നത്. എല്ലാ ഉത്തരവാദിത്വവും അങ്ങയുടെ തലയിലാണ്, അദ്ദേഹത്തിന്റെ തലയിലാണ്. ഏത് പ്രശ്നം ഉണ്ടായാലും എല്ലാവരും ചീത്ത വിളിക്കുന്നത് പ്രധാനമന്ത്രിയെയാണ് അല്ലേ. അദ്ദേഹം എല്ലാം അറിയാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് വരില്ല. സഹസ്രശീർഷാ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വ എന്ന് പറഞ്ഞതുപോലെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ശരീരമില്ല അദ്ദേഹത്തിന്, അതിനുള്ള കഴിവുകളില്ല. അദ്ദേഹത്തിന്റെ പാദങ്ങളും കൈകളും ശിരസ്സുകളും ഒക്കെ അദ്ദേഹത്തിന്റെ കീഴിൽ അദ്ദേഹം അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഡെപ്യൂട്ടികളാണ്. പലതരത്തില് ഉദ്യോഗസ്ഥന്മാരായും സെക്രട്ടറിമാരായും ഓരോ വകുപ്പിലും ആളുകളെ നിയമിച്ചിട്ടുണ്ട്. അവരൊക്കെ വേണ്ട രീതിയിൽ കാര്യങ്ങളെ കാണുകയും ഇദ്ദേഹത്തോട് റിപ്പോർട്ട് ചെയ്യുകയും ഇദ്ദേഹത്തിന്റെ അനുവാദത്തോടുകൂടെ എക്സിക്യൂട്ട് ചെയ്യുകയൊക്കെ ചെയ്താൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. അതിപ്പോ എല്ലാ കാര്യത്തിലൊന്നും എപ്പോഴൊന്നും നടക്കില്ല. അദ്ദേഹം താൻ എല്ലായിടത്തും എത്തിവരില്ല എന്നുള്ളത് കൊണ്ട് പലർക്കും ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വകുപ്പിൽ വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക, നടപ്പിലാക്കുക. എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിലേ, ഗൗരവമേറിയ കാര്യങ്ങളുണ്ടെങ്കിലേ എൻ്റെ അടുത്തേക്ക് വരേണ്ടതുള്ളൂ. ഇതുവരേക്ക് ഇന്ന കാര്യങ്ങൾ വരെ ഡെയിലി റുട്ടീനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാണ് എന്നൊരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് വീഴ്ച വന്നാലും ഈ പ്രധാന എല്ലാം ധരിച്ചിരിക്കുന്ന മുഖ്യ ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ്. എല്ലാവരും അദ്ദേഹത്തെ ചീത്ത വിളിക്കും. എല്ലാവരും ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കുള്ള ക്രെഡിറ്റും അദ്ദേഹത്തിന് കിട്ടും അല്ലേ. അപ്പൊ അദ്ദേഹമാണോ നേരിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നത്? അതല്ല. അദ്ദേഹത്തിന്റെ കീഴിലുള്ള പല മന്ത്രിമാരോ ഉദ്യോഗസ്ഥന്മാരോ ആണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അവർ നല്ല മിടുക്കന്മാരാണെങ്കിൽ അവർ ചെയ്യുന്നതിന്റെ ക്രെഡിറ്റ് ഈ പ്രധാനമന്ത്രിക്ക് കിട്ടും. കാരണം അയാളാണ് പ്രധാനം, എല്ലാറ്റിനെയും ധരിച്ചു നിൽക്കുന്നവൻ, മുഖ്യ ഉത്തരവാദിത്വം. അപ്പോ ഈ പ്രപഞ്ചത്തിന്റെ പരമകാരണഭൂതന്മാരാണ് ഇതിന്റെ എന്താ പറയുക, ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ കാരണവും, മെറ്റീരിയൽ കോസും ഇന്റലിജൻസ് കോസും നിങ്ങൾ തന്നെയാണ്. അതിനെ രണ്ടാക്കി പിരിച്ച് മെറ്റീരിയൽ ഇന്റലിജൻസ് എന്ന് രണ്ടാക്കി തിരിച്ചാൽ പ്രധാനം എന്ന് പറഞ്ഞാൽ പ്രകൃതി തന്നെയാണ്. അത് ശേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ശേഷിക്കുന്നത് ശേഷൻ. അപ്പൊ എന്താ ശേഷിക്കുന്നത്? ഈ പ്രപഞ്ചമെല്ലാം പ്രളയകാലത്തും അവ്യക്ത രൂപത്തിൽ ശേഷിക്കും, എന്നിട്ട് ഭഗവാനോട് ചേർന്ന് കിടക്കും. അതാണ് ശേഷൻ. അപ്പോൾ പ്രധാന ശബ്ദം കൊണ്ട് ശേഷൻ എന്നുള്ള അർത്ഥവും പുരുഷ ശബ്ദം കൊണ്ട് അല്ലെ പ്രകൃതി പുരുഷന്മാർ എന്നുള്ള അർത്ഥത്തിൽ പ്രകൃതി ആയിട്ട് പ്രധാനം ശേഷൻ, പുരുഷൻ ഭഗവാൻ തന്നെ ചൈതന്യം. ഭൂമിരാപോ നലോ വായു ഖമ്മനോ ബുദ്ധിരേവച അഹങ്കാര ഇതീയം മേ ഭിന്നാ പ്രകൃതിരഷ്ടത അപരായം. ഗീതയിൽ പറഞ്ഞ അപരാപ്രകൃതിയാണ് അഷ്ടതാ പ്രകൃതി. പഞ്ചഭൂതങ്ങളും സൂര്യചന്ദ്രന്മാരും ഒക്കെ ആയിരിക്കുന്ന
അല്ലെങ്കിൽ അഹങ്കാരം മുതലായതൊക്കെ അഷ്ടതാ ഭിന്ന അപരാ പ്രകൃതി, അതാണ് പ്രധാനം ശേഷൻ. എന്നാൽ അതിലും അതീതമായിട്ട് ഇതസ്തു അന്യാം പ്രകൃതിം വിദ്ധിമേ പരാം, ഈ അപരാപ്രകൃതിയിൽ നിന്ന് ഭിന്നമായിട്ടുള്ള ഒരു പ്രകൃതിയുണ്ട് എന്റെ പ്രകൃതി, പരാപ്രകൃതി, ശ്രേഷ്ഠയായ പ്രകൃതി. ജീവഭൂത മഹാബാഹോ യേതം ധാര്യത്തെ ജഗത്, ജീവഭൂതമായിരിക്കുന്ന ചൈതന്യമായിരിക്കുന്ന പുരുഷൻ, ക്ഷേത്രജ്ഞൻ എന്നെല്ലാം വിളിക്കപ്പെടുന്ന ആ ചൈതന്യം, ഇത് രണ്ടും കൂടി ചേർന്നാണ് യേതം ധാര്യത്തെ ജഗത്. യയാ പ്രകൃത്യ, യയാ പരയാ പ്രകൃത്യ, ആ പരാപ്രകൃതിയാണ് ഈ ജഗത്തിനെ ധരിച്ചു നിൽക്കുന്നത്, പ്രധാനം. അപ്പൊ ഇങ്ങനെ ഒരുപാട് ചിന്തിക്കാവുന്നതാണ്. അങ്ങനെ ഈ പ്രപഞ്ചത്തിന്റെ പരമകാരണഭൂതന്മാരാണ്, മുഖ്യന്മാരാണ്, നിങ്ങളാണ് ഇതിനെ സസ്റ്റെയിൻ ചെയ്യുന്നവർ. പ്രധാന പുരുഷൗ യുവാം, പിന്നെ യുവാം ജഗദ്ഹേതു, വീണ്ടും അത് തന്നെയാ പറയണത്. ജഗദ്ഹേതു, ഹേതു എന്നുള്ളത് ദ്വിവചനമാണ്. ഹേതുഹു ഏകവചനം, ഹേതു ദ്വൗ ഹേതു, രണ്ട് കാരണങ്ങൾ. അപ്പൊ അവിടെ നിമിത്ത കാരണം, ഉപാദാന കാരണം. ഉപാദാന കാരണം പ്രകൃതി, പ്രധാനം. നിമിത്ത കാരണം ഇന്റലിജൻസ്, പുരുഷൻ. അപ്പൊ നിങ്ങൾ തന്നെയാണ് ഈ പ്രപഞ്ചത്തിന്റെ അഭിന്ന നിമിത്ത ഉപാദാന കാരണങ്ങൾ. ഭിന്നമല്ല, രണ്ടും വേറെയല്ല. ശേഷനും ഭഗവാനും വേറെ വേറെയല്ല. ശേഷൻ ഭഗവാന്റെ അംശം തന്നെയെന്ന് എപ്പോഴും പറയുന്നുണ്ട്. ഭഗവാന്റെ തന്നെ, നാരായണന്റെ തന്നെ അംശമാണ് ശേഷൻ. ശേഷന് തന്നെ ഒരു നിലനിൽപ്പില്ല. ശേഷൻ ഒറ്റയ്ക്ക് നിൽക്കാറില്ല. ഒറ്റയ്ക്ക് നിന്ന അപകടമാണ്. അപ്പൊ ജഗദ്ഹേതു ജഗന്മയൗ, ജഗന്മയൗ ജഗത്ത് മുഴുവൻ പ്രാചുര്യേണ വ്യാപിച്ചിരിക്കുന്നവർ എന്നർത്ഥം. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവർ അതാണ് ഈ ജഗത്ത് നിങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ജഗത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു, ജഗത് സ്വരൂപമായിരിക്കുന്നു. അപ്പൊ ഈ ജഗത്ത് നിങ്ങൾ തന്നെ, പ്രധാന പുരുഷന്മാരും ജഗത് ഹേതുക്കളുമായിട്ടുള്ള നിങ്ങൾ തന്നെയാണ് ജഗത്തിൽ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നു. അപ്പൊ എല്ലാ സംശയങ്ങളും നീക്കുകയാണ്. ഈ പ്രപഞ്ചത്തിന്റെ മെറ്റീരിയൽ അഥവാ സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ടുള്ള വസ്തുക്കൾ, പരാപ്രകൃതി അപരാപ്രകൃതി, അതുതന്നെയാണ് കാരണവും, അതുതന്നെയാണ് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നതും. അപ്പൊ ഇവരിൽ നിന്ന് അന്യമായിട്ടൊരു പ്രപഞ്ചമില്ല. അതാണ് അടുത്ത വരിയിൽ പറഞ്ഞു, ഭവദ്ഭ്യാം ന വിനാ കിഞ്ചിത് പരമസ്തി ന ച അപരം. ഭവദ്ഭ്യാം വിനാ, നിങ്ങൾ രണ്ടുപേരെയും കൂടാതെ, ഇവിടെ രണ്ടുപേരുള്ളത് കൊണ്ടാണ് രണ്ട് എന്ന് പറയേണ്ടി വരുന്നത്. ഇപ്പൊ ഭഗവാൻ മാത്രമേ ഉള്ളൂവെങ്കിലോ അങ്ങയെ കൂടാതെ എന്ന് പറഞ്ഞാൽ മതി. രണ്ട് മൂർത്തികളായി നിൽക്കുന്നത് കൊണ്ട് രണ്ട് എന്ന് പറഞ്ഞു. ഭവദ്ഭ്യാം എന്ന് ദ്വിവചനം പറഞ്ഞു. വാസ്തവത്തിൽ ഭഗവാൻ മാത്രം മതി, ഏകവചനം പറഞ്ഞാൽ മതി. അപ്പോ കൂടെ നിൽക്കുന്ന ആ ഭഗവാൻ ബലരാമസ്വാമിയെ അവഗണിക്കുന്ന ഒരു ദോഷം വന്നു ചേരുന്നു പറഞ്ഞിട്ടാണ് രണ്ടുപേരെയും ചേർത്ത് പറയുന്നത്. അപ്പൊ ഭവദ്ഭ്യാം വിന, നിങ്ങൾ രണ്ടുപേരും കൂടാതെ, നിങ്ങളല്ലാതെ, കിഞ്ചിത് അല്പം പോലും ഈ ജഗത്തില് പരം നാസ്തി അപരം നാസ്തി. അപ്പൊ പരമായിട്ട്, ശ്രേഷ്ഠമായിട്ട്, അല്ലെങ്കിൽ കാരണമായിട്ട്, പരം എന്നുള്ളതിന് കാരണമെന്നും മുമ്പേ ഉള്ളത് ശ്രേഷ്ഠം എന്നൊക്കെ അർത്ഥം. അപരം എന്ന് പറഞ്ഞാല് കാര്യമായത്, കാരണം കാര്യം. പരം കാരണം, അപരം കാര്യം. പരം ശ്രേഷ്ഠം, അപരം താഴെയുള്ളത്, നികൃഷ്ടം, അല്ലെങ്കിൽ പിന്നീട് ഉണ്ടായത് എന്നൊക്കെ അർത്ഥത്തില്. അപ്പൊ ഇങ്ങനെ മുമ്പും പിമ്പും, നിങ്ങൾക്ക് മുമ്പും പിമ്പുമായിട്ട് ഒന്നുമില്ല. നിങ്ങൾ തന്നെയാണ് മുമ്പുണ്ടായിരുന്നതും ഇപ്പോൾ ഉള്ളതും നാളെ ബാക്കിയാവുന്നതും. നിങ്ങളിൽ നിന്ന് അന്യമായിട്ട്
മറ്റൊരു വസ്തു ഇവിടെ ഇല്ല. കിഞ്ചിത് നാസ്തി. അപ്പോ ഈ കുലത്തെ രക്ഷിച്ചവനെന്ന് മുമ്പേ പറഞ്ഞു. ഇപ്പൊ പറയണു കുലത്തെ മാത്രമല്ല, ഈ ലോകത്തെ തന്നെ. ഈ ലോകമേ ഒരു കുലമാണ്. ഈ ലോകമാകുന്ന കുലത്തെ നിങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നു, നിങ്ങൾ തന്നെ രക്ഷിക്കുന്നു, നിങ്ങൾ തന്നെ നിങ്ങളിലേക്ക് തന്നെ അതിനെയൊക്കെ തിരിച്ചെടുക്കുകയും ചെയ്യുന്നു, സംഹരിക്കുകയും ചെയ്യുന്നു. ആത്മസൃഷ്ടമിതം വിശ്വം അന്വാവിശ്യ സ്വശക്തിഭിഃ ഈയതേ ബഹുധാ ബ്രഹ്മൻ ശ്രുതപ്രത്യക്ഷഗോചരം. ആത്മസൃഷ്ടമിതം വിശ്വം അന്വാവിശ്യ സ്വശക്തിഭിഃ ഈയതേ ബഹുധാ ബ്രഹ്മൻ ശ്രുതപ്രത്യക്ഷഗോചരം. ഭഗവാനെ നോക്കി ഉദ്ധവൻ ഹേ ബ്രഹ്മൻ എന്ന് സംബോധന. അല്ലയോ ബ്രഹ്മൻ, പരമേശ്വര, ബ്രഹ്മസ്വരൂപ, സ്വശക്തിഭിഃ ആത്മസൃഷ്ടം ഇതം വിശ്വം അന്വാവിശ്യ. ഇവിടെ സ്വശക്തിഭിഃ, അങ്ങയുടെ തന്നെ ശക്തികളെ കൊണ്ടാണ്, അങ്ങയിൽ നിന്ന് തന്നെ അങ്ങ് സ്വയം സങ്കല്പിച്ച് അങ്ങയുടെ ശക്തികളെ പ്രകടിപ്പിച്ചു. മഹത്തത്വം, അഹങ്കാരതത്വം, അതിൽ നിന്ന് എന്താ പറയുക, സാത്വിക, രാജസ, താമസ അഹങ്കാരങ്ങളായി തിരിഞ്ഞ് പഞ്ചഭൂതങ്ങൾ, അത് കഴിഞ്ഞ് ഇന്ദ്രിയ ശക്തികൾ, ദേവതാശക്തികൾ, അന്ധക്കരണങ്ങൾ, ഇങ്ങനെയൊക്കെ ആയിത്തീർന്നു അല്ലേ? അതൊക്കെ ഭഗവാന്റെ ശക്തി തന്നെയാണ്. സ്വശക്തിഭിഃ, തന്റെ ശക്തി കൊണ്ട് ആത്മസൃഷ്ടം ഇതം വിശ്വം, ആത്മസൃഷ്ടം അങ്ങയാൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടത്, സ്വയം സൃഷ്ടം, സ്വയം സൃഷ്ടിക്കപ്പെട്ടതായിട്ടുള്ള ഈ വിശ്വത്തിലേക്ക് ഇതം വിശ്വം അന്വാവിശ്യ, അനുപ്രവേശം ചെയ്തിട്ട്, ആവശ്യ, അനുപ്രവേശം അല്ലെ? സോകാമയത ബഹുസ്യാം പ്രജായേതി സതപോതപ്യത സതപസ്തപ്ത്വാ ഇദം സർവമസൃജത എന്ന് പറഞ്ഞ് തത് സൃഷ്ട്വാ തദേവാനുപ്രാവിശത് എന്ന് ഉപനിഷത്തിൽ പറയും. തത് സൃഷ്ട്വാ, ഈ കാണുന്നതിനെയെല്ലാം സൃഷ്ടിച്ചിട്ട് തദേവ അനുപ്രാവിശത്, അതിലൊക്കെ അനുപ്രവേശം ചെയ്തു. അനു എന്നത് നൈരന്തര്യത്തെ, എവിടെയും ഗ്യാപ്പില്ലാതെ, എവിടെയും ഇടവിടാതെ എല്ലായിടത്തും അഖണ്ഡമായിട്ട് നിറഞ്ഞു നിന്നു, അനുപ്രവേശം ചെയ്തു. അപ്പൊ എല്ലാറ്റിലും അങ്ങ് തന്നെ നിറഞ്ഞിരിക്കുകയാണ്. സ്വർണത്തിൽ നിന്നുണ്ടായ ആഭരണങ്ങളിൽ സ്വർണം അനുപ്രവേശിച്ചിരിക്കുന്ന പോലെ, മണ്ണുകൊണ്ടുണ്ടാക്കിയ മൺപാത്രങ്ങളിലെല്ലാം മണ്ണ് അനുപ്രവേശം ചെയ്തിരിക്കും പോലെ, ഈ കാണുന്ന ചരാചരാത്മകമായ സൃഷ്ടിയിൽ, ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ ജഗത്തിൽ ഭഗവാൻ തന്നെ സ്വയം എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്നു, അനുപ്രവേശം ചെയ്തിരിക്കുന്നു. അപ്പോ ആത്മസൃഷ്ടം ഇതം വിശ്വം അന്വാവിശ്യ സ്വശക്തിഭിഃ ഈയത്തെ ബഹുധാ ബ്രഹ്മൻ ശ്രുതപ്രത്യക്ഷ ഗോചരം. അങ്ങനെ അനുപ്രവേശിച്ച് ശ്രുതപ്രത്യക്ഷ ഗോചരം, ശ്രുതത്തിനും പ്രത്യക്ഷത്തിനും. ഇവിടെ ശ്രുതം എന്ന് പറഞ്ഞാല് കേൾക്കപ്പെട്ടത്, പ്രത്യക്ഷം കാണപ്പെട്ടത്. കേൾക്കപ്പെട്ടതും കാണപ്പെട്ടതുമായി ഗോചരമായിട്ട്, വിഷയമായിട്ട്, എല്ലാം നമ്മൾ കണ്ടോളണമെന്നില്ല. ഈ ലോകത്ത് എന്തൊക്കെയുണ്ടോ പലതും നമുക്ക് പ്രത്യക്ഷമല്ല, പലതും നമ്മൾ കേട്ടിട്ടുണ്ട്. അമേരിക്കയുണ്ട് അല്ലേ, യൂറോപ്പുണ്ട്, ആഫ്രിക്കയുണ്ട്, നമുക്കറിയാം. എങ്ങനെ അറിഞ്ഞത്? നേരിട്ട് പോയി പ്രത്യക്ഷമായി കണ്ടിട്ടല്ല, ശ്രുതം. എല്ലാവരും പറഞ്ഞ് കേട്ട് നമുക്ക് ബോധ്യമുണ്ട്. എല്ലാവരും സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമുക്ക് മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ കാണാനും കഴിയുന്നുണ്ട് അല്ലേ? എവിടെയാണ് അമേരിക്ക, എന്താണ് അവിടെ ഉള്ളത്, ലൈവായിട്ട് വേണമെങ്കിൽ പലതും നമുക്ക് അവിടെയുള്ളത് കാണാം. അതുപോലെ പ്രത്യക്ഷം. അപ്പോൾ ഇന്നത്തെ മാധ്യമ സൗകര്യങ്ങളൊന്നും അന്നില്ലാത്തത് കൊണ്ട്
ശ്രുതം എന്ന് പറഞ്ഞു. കേൾക്കപ്പെട്ടതും പ്രത്യക്ഷം കാണപ്പെട്ടതുമായി ഗോചരം നമ്മുടെ അറിവിന് വിഷയമായി, നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും വിഷയമായിട്ട് എന്തെല്ലാം ഉണ്ടോ ബഹുധാ ഈയത്തെ, ബഹുധാ അനേകത, പല പ്രകാരത്തിൽ ഈയത്തെ, ഈയത്തെ കാണപ്പെടുന്നു, തോന്നുന്നു എന്നൊക്കെ അർത്ഥം. അപ്പൊ ഇങ്ങനെ ഏകനായ ഭഗവാൻ തന്നിൽ നിന്ന് തന്നെ ഈ പ്രപഞ്ചത്തെ, വിശ്വത്തെ സൃഷ്ടിച്ചിട്ട് വിവിധ പ്രത്യയങ്ങളോടുകൂടി, വിവിധ നാമരൂപങ്ങളോടുകൂടി സൃഷ്ടിച്ചിട്ട് അതിലെല്ലാം അനുപ്രവേശിച്ച് പലതെന്ന പോലെ കാണപ്പെടുകയാണ്. വാസ്തവത്തിൽ ഒന്നേ ഉള്ളൂ, ഒന്ന് തന്നെയാണ്, പലതെന്ന പോലെ കാണപ്പെടുന്നു എന്നർത്ഥം. അപ്പൊ വാസ്തവത്തിൽ ഒന്നേ ഉള്ളൂ, ഏകമേവ അദ്വിതീയം സദേവ സൗമ്യ ഇതമഗ്ര ആസീത്. മുമ്പേ എന്താണോ ഉണ്ടായിരുന്നത് അതേ മധ്യത്തിലും ഉള്ളൂ. അപ്പോ ഈ കാണപ്പെടുന്നതെല്ലാം ഭഗവാന്റെ മാനിഫെസ്റ്റേഷനാണ്. ഭഗവാൻ മാത്രമാണ് സത്യം. പുരുഷ ഏവേദകം സർവം യദ്ഭൂതം യച്ച ഭവ്യം. അല്ലെ, മുമ്പുണ്ടായിട്ടുള്ളതും ഇതം സർവം ഇപ്പോഴുള്ളതും, യദ്ഭവ്യം ഇനി ഭവിക്കാനിരിക്കുന്നതും. അപ്പോ ഭൂതം, വർത്തമാനം, ഭാവി, എല്ലാ കാലത്തിലും ഇവിടെ എന്തൊക്കെ ഉണ്ടാവുന്നുണ്ടോ, ഉണ്ടായിട്ടുണ്ടോ, ഉള്ളതായിട്ടുണ്ടോ, എല്ലാറ്റിനും ഉണ്മ കൊടുക്കുന്നത് ഏകനായ ഒരേ ഈശ്വര തത്വമാണ്, പരമാത്മ ചൈതന്യമാണ്. അങ്ങയിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല എന്നുള്ള പരമസത്യത്തെ ഉദ്ധവൻ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. സ്തുതി ആരംഭിക്കണേ ഉള്ളൂ. യഥാ ഹി ഭൂതേഷു ചരാചരേഷു മഹ്യാദയോ യോനിഷു ഭാന്തി നാനാ ഏവം ഭവാൻ കേവല ആത്മയോനിഷ്വാത്മാത്മതന്ത്രോ ബഹുധാ വിവാദി. യഥാ ഹി ഭൂതേഷു ചരാചരേഷു മഹ്യാദയോ യോനിഷു ഭാന്തി നാനാ ഏവം ഭവാൻ കേവല ആത്മയോനിഷ്വാത്മാത്മതന്ത്രോ ബഹുധാ വിഭാതി. ഇപ്പോ എപ്രകാരമാണോ ചരാചരേഷു ഭൂതേഷു, ചരാചരങ്ങളായിരിക്കുന്ന ഭൂതങ്ങളിൽ, ഈ ലോകത്തിൽ ഉണ്ടായിട്ടുള്ള സകല ചരാചരങ്ങളും ഭൂതങ്ങൾ തന്നെയാണ്. അവയുടെ യോനിഷു എന്ന് പറയുന്നത് അതിൻ്റെ അഭിവ്യക്തി അഥവാ ഉൽപ്പത്തി സ്ഥാനം, അതിൻ്റെ സോഴ്സിനെയാണ് യോനി എന്ന ശബ്ദം കൊണ്ട് അറിയേണ്ടത്. അപ്പൊ ഇവിടെ സോഴ്സ് എന്താണ്? ഈ കാണുന്ന ചരാചര പ്രപഞ്ചത്തിന് അതിന് നേരിട്ട് സോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ പഞ്ചഭൂതങ്ങൾ. ആ പഞ്ചഭൂതങ്ങൾക്ക് കാരണം അഹങ്കാര തത്വം, അതിനു മുമ്പേ ഉള്ളതായിട്ടുള്ള മഹത്തത്വം, അതിനു മുമ്പേ ഉള്ള മൂലപ്രകൃതി. ഇതൊക്കെ യോനികളാണ്, ഇതൊക്കെ കാരണങ്ങളാണ്. യോനി എന്നാൽ കാരണം, അഭിവ്യക്തി സ്ഥാനം. എവിടുന്നാണോ ഇതെല്ലാം പ്രകടമായി വരുന്നത്, യാതൊരിടത്തു നിന്നെല്ലാം പുറത്തേക്ക് വരുന്നുവോ, പ്രകാശിക്കുന്നുവോ, അതാണ് യോനി. അപ്പോ കാരണസ്ഥാനങ്ങളിലും കാണപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങളിലും അർത്ഥം. യോനിഷു ചരാചരേഷു ഭൂതേഷു. യോനിഷു എന്നുള്ളത് കൊണ്ട് കാരണഭൂതങ്ങൾ, ചരാചരങ്ങൾ ആയിട്ടുള്ള ഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ കാര്യങ്ങളായിരിക്കുന്നതും. അപ്പൊ അങ്ങനെയുള്ളതിൽ ഭൂതേഷു മഹ്യാദയ യഥാ നാനാഭാന്തി. മഹ്യാദയ, മഹീ ആദയ. മഹി എന്നാൽ ഭൂമി, പൃഥ്വി. അപ്പൊ ഭൂമി അഥവാ പൃഥ്വി തത്വം മുതലായവ എന്ന് പറയുമ്പോഴോ പൃഥ്വി, ജലം, അഗ്നി, വായു, ആകാശം, പഞ്ചഭൂതങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. മഹ്യാദയ പഞ്ചഭൂതങ്ങൾ, ഭൂമി മുതലായ പഞ്ചഭൂതങ്ങൾ. യഥാ നാനാഭാന്തി, എപ്രകാരമാണോ പലതായി പ്രകാശിക്കുന്നത്.
വാസ്തവത്തിൽ പഞ്ചഭൂതങ്ങളാണ് ഈ കാണപ്പെടുന്ന എല്ലാ നാനാത്വങ്ങൾക്കും യോനികളായി കാരണങ്ങളായിരിക്കുന്നത്. അപ്പൊ പിന്നെന്താ എല്ലാം ഒരുപോലെ ഇരിക്കാത്തത്? അല്ലേ? ഒരേ തരത്തിലുള്ള ഒരു പാത്രത്തിലുള്ള അരിമാവ് കൊണ്ട് ഇഡലി ഉണ്ടാക്കിയാൽ എല്ലാ ഇഡലിയും ഒരുപോലെ ഇരിക്കണം. അങ്ങനെ തന്നെ ഇരിക്കാറ്, അല്ലേ? ലഡുവോ മൈസൂർ പാവോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ മെറ്റീരിയൽ റെഡിയാക്കി കഴിഞ്ഞാൽ അതിനെ ഉരുട്ടി, അല്ലെങ്കിൽ മൈസൂർ പാവാണെങ്കിൽ അതിനെ കട്ട് ചെയ്തെടുക്കുന്നു. എല്ലാ മൈസൂർ പാവിനും ഒരേ ടേസ്റ്റ് തന്നെ ആയിരിക്കും. ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് എൻ്റെ മുകൾ തട്ടിലുള്ളത് അടിത്തട്ടിലുള്ളത് തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതിൻ്റെ വേവിൻ്റെയും അടിപ്പിടിച്ചതിൻ്റെയും ഒക്കെ വ്യത്യാസം കൊണ്ട്. എങ്കിലും പൊതുവെ ഒരേ സ്വാദ് തന്നെയാണ്. കാരണം ഒരേ മെറ്റീരിയലാണ്. ഒരേ കടലമാവ്, ഒരേ ശർക്കര, ഒരേ നെയ്യ്, ഇനി വനസ്പതി കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് എല്ലാം ഒന്ന് തന്നെ. അപ്പൊ അതിന്ന് കട്ട് ചെയ്ത് കഷ്ണങ്ങൾ എടുത്താൽ ഒക്കെ ഒരുപോലെ ഇരിക്കും. പക്ഷേ ഈ കടലമാവ് കൊണ്ട് തന്നെയാണ് ലഡു ഉണ്ടാക്കിയത്. അതേ കടലമാവ് കൊണ്ട് തന്നെ വേറെ പല പലഹാരങ്ങൾ ഉണ്ടാക്കുന്നു. എല്ലാം ഒരുപോലെയാണോ? അല്ലല്ലോ. ഒരേ കടലമാവിൽ നിന്നുണ്ടായിട്ടുള്ള ലഡുവും ഒരേ കടലമാവിൽ നിന്നുണ്ടായിട്ടുള്ള മൈസൂർ പാവും അല്ലെങ്കിൽ മറ്റ് വസ്തുക്കളും മറ്റ് വ്യത്യാസമുണ്ട്. എന്തുകൊണ്ട്? അതിൽ കൂട്ടിയിരിക്കുന്ന സാധനങ്ങളുടെ ഏറ്റക്കുറച്ചിൽ കാരണം. അല്ലേ? ഒരേ അരിയും ഒരേ ഉഴുന്നും കൊണ്ട് തന്നെയാണ് നമ്മൾ ദോശ ഉണ്ടാക്കുന്നത്, ഊത്തപ്പം ഉണ്ടാക്കുന്നത്, ഇഡലി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു പല പലഹാരങ്ങളും ഉണ്ടാക്കുന്നു. പക്ഷേ അളവ് അല്പം കൂട്ടിയും കുറച്ചും ഒക്കെ ഇടും. അത് അതിൻ്റെ എക്സ്പേർട്സിനറിയാം. ഒരേ അളവിലിട്ടാൽ ഒരുപോലെ ഇരിക്കും, ശരിയാവില്ല. അരയ്ക്കുന്നതിലും വ്യത്യാസമുണ്ട്. ഒരുപോലെയല്ല അരയ്ക്കുക. ദോശമാവ് എങ്ങനെ അറിയണം, ഇഡ്ഡലി മാവ് എങ്ങനെ അറിയണം, അതൊക്കെ അമ്മമാർക്ക് അറിയാം, അല്ലേ? ഇനി ആപ്പം ആണെങ്കിൽ കുറച്ച് വ്യത്യാസം. അതിൽ ഉഴുന്നിന് പകരം വേറെന്തെങ്കിലും കൂട്ടും. അപ്പോൾ മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസ് ഒക്കെ സെയിം ആണെങ്കിൽ പോലും അത് വിവിധമായി തീർന്നു. എന്തുകൊണ്ട്? അതിൻ്റെ അളവിലുള്ള കോമ്പിനേഷനിലുള്ള വ്യത്യാസം കൊണ്ട്. നാനാഭാന്തി, പലതായി കാണുന്നു. അപ്പോൾ എങ്ങനെയാണോ പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായ ചരാചരങ്ങളെല്ലാം വേറെ വേറെ വേറെയായിട്ട് കാണപ്പെടുന്നത്, അതുകൊണ്ട് പഞ്ചഭൂതങ്ങൾ ഇല്ല എന്നാണോ അർത്ഥം? വേറെ വേറെ ആയതുകൊണ്ട് ഇതിൽ ഭൂമിയില്ല, ഇതിൽ ആകാശമില്ല, ഇതിൽ അഗ്നിയില്ല എന്നാരെങ്കിലും മാറ്റി പറയാൻ പറ്റുമോ? പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടായതാണ് പ്രപഞ്ചത്തിലെ സകല സ്ഥൂല വസ്തുക്കളും. അതിലില്ല എന്ന് പറയാൻ പറ്റില്ല. ഏറ്റക്കുറച്ചിലുകൾ, അളവുകൾ വ്യത്യാസമുണ്ട് എന്നേ ഉള്ളൂ. അപ്പോ ഒരു പാറയിലും ഈ പറഞ്ഞ പഞ്ചഭൂതങ്ങളുണ്ട്, ഒരു വൃക്ഷത്തിലും പഞ്ചഭൂതങ്ങളുണ്ട്, മറ്റൊരു ജന്തുവിലും പഞ്ചഭൂതമുണ്ട്, മനുഷ്യനിലും ഉണ്ട് പഞ്ചഭൂതം. പക്ഷേ രൂപം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നമ്മളൊക്കെ പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയത് തന്നെയാണ്. ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. നാനാഭാന്തി. ഏവം കേവലഃ ആത്മതന്ത്രഃ ആത്മാ ഭവാൻ ആത്മയോനിഷു ബഹുധാ വിഭാതി. ഏവം ഇപ്രകാരമാണ് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിരിക്കുന്ന ഈ ഭൗതിക പ്രപഞ്ചം എങ്ങനെ നാനാരൂപത്തിലിരിക്കുന്നത്, വൈവിധ്യങ്ങളോടുകൂടിയിരിക്കുന്നത്, അതുപോലെയാണ് കേവലഃ ഏകനായ, കേവലഃ എന്ന് പറഞ്ഞാൽ ശുദ്ധനായ ഏകനായ, ആത്മതന്ത്രഃ സ്വതന്ത്രനായിരിക്കുന്ന ആത്മാ ഭവാൻ പരമാത്മാവായ അങ്ങ്, ആത്മയോനിഷു അങ്ങയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള, തന്നിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള ഈ സൃഷ്ടിജാലങ്ങളിൽ ബഹുധാ വിഭാതി പല പ്രകാരത്തിൽ പ്രകാശിക്കുന്നു. അപ്പോൾ ഒന്നു തന്നെയാണ് ഉണ്ടായിട്ടുള്ളതെങ്കിലും പലതായി കാണുന്നത് ഏതുപോലെയെന്ന് ദൃഷ്ടാന്തം പറഞ്ഞതാണ്. പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായ ഭൗതികമായ ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കൾക്കും വ്യത്യാസങ്ങളുണ്ട്, അല്ലേ? ഭൂമിയിലുള്ളതായിട്ടുള്ള മണ്ണിന് തന്നെ എത്ര വ്യത്യാസം,
കല്ലുകൾക്ക് എത്ര വ്യത്യാസം, ജലത്തിന് എത്ര വ്യത്യാസം, ഇതൊക്കെ ഉണ്ടാവുന്നത് അതിലുള്ള ഈ ഭൂതങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടാണ്. അതുപോലെ ഇവിടെ ഭഗവാൻ ഈ പ്രപഞ്ചത്തെ നിർമ്മിക്കുമ്പോൾ ചില മാനദണ്ഡങ്ങൾ വെച്ച് ചില കോമ്പിനേഷൻസ് വ്യത്യാസപ്പെടുത്തി. അതുകൊണ്ട് ഇത് പലതായി തോന്നുന്നു. വാസ്തവത്തിൽ ഒന്ന് തന്നെയാണ് പലതായി തോന്നുന്നത്. ബഹുരൂപനായി പ്രകാശിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഇതൊന്നും പരമാത്മാവായ അങ്ങയെ ബാധിക്കുന്നും ഇല്ല. കാരണഭൂതനായ അങ്ങയെ ഈ കാര്യങ്ങളുടെ വ്യത്യാസമൊന്നും ബാധിക്കുന്നില്ല എന്നർത്ഥം. ഇനി ഇതുപോലെയുള്ള ഗംഭീരമായിട്ടുള്ള ആശയങ്ങൾ അക്രൂരന്റെ സ്തുതിയിൽ നമുക്ക് കാണാം. നാളെ രാവിലെ നോക്കാം. നാളെ രാവിലെ മിക്കവാറും ഉണ്ടാവുമെന്ന് വിചാരിക്കണം. രാമനവമിയുടെ വലിയൊരു പ്രസാദ ഊട്ടുണ്ട് 10:30 ശേഷം. അത് എല്ലാ വർഷവും ഞാൻ തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുക. എന്നെ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലെ വിളിയോട് വിളിയാണെങ്കിൽ പോകും, ഇല്ലെങ്കിൽ ഒഴിവാകും. എന്തായാലും നോട്ടിഫിക്കേഷൻ നോക്കിക്കോളൂ. എന്തായാലും നാളെ വൈകുന്നേരം ഉറപ്പാണ്. രാവിലെ പറ്റിയില്ലെങ്കിൽ വൈകുന്നേരം ഉറപ്പാണ്. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. നാളെ രാവിലെ ശ്രദ്ധിക്കുക. ഉണ്ടെങ്കിൽ 11 മണിക്ക് ശേഷം ഉണ്ടാവും, ഇല്ലെങ്കിൽ വൈകിട്ട്. എല്ലാവർക്കും ശുഭരാത്രി.